നമസ്കാരം. മാർക്ക് ഫെല്ലർ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഗേറ്റിന് പുറത്തു നിന്ന് ഉറക്കെ ഫസ്റ്റ് എൽഡർക്കെതിരെ ആക്രോശിക്കുമ്പോൾ അകത്ത് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും ഫസ്റ്റ് എൽഡറും കൂടി ആ വൈറ്റ് റോപ്പുകാരനെ റെഡിയാക്കി കഴിഞ്ഞു. അതറിയാതെ പുറത്തു നിൽക്കുന്ന മാർക്ക് ഫെല്ലർ വീണ്ടും അകത്തേക്ക് നോക്കി ഉറക്കെ വിളിക്കുകയാണ്, ഏയ് ഫസ്റ്റ് എൽഡർ, നീ ഇത്ര ഭീരുവായി പോയോ? നിനക്ക് എന്നെ നേരിടാനുള്ള ചങ്കൂറ്റമില്ലെങ്കിൽ, പേടിയുണ്ടെങ്കിൽ നിനക്ക് ഞാനൊരു ഇളവ് തരാം. ഇപ്പോ നീ ഇവിടെ പുറത്തു വന്ന് എന്റെ മുന്നിൽ മുട്ടുകുത്തി എന്നോടൊന്ന് മാപ്പപേക്ഷിച്ചാൽ മതി, ഞാൻ ഇതിനെ വെറുതെ വിടാം. ഫസ്റ്റ് എൽഡർ, ഇത് ഒരു ഓഫറാണ്, വേഗം വാ, വേഗം വാ. മാർക്ക് ഫെല്ലർ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതും മാർക്ക് ഫെല്ലറുടെ തൊട്ടു മുന്നിൽ ഒരു അനക്കം മാർക്കിന് ഫീൽ ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാർക്കിന്റെ നെഞ്ചിൽ ഒരു കൈ പതിഞ്ഞു. ആ കൈ മാർക്കിന്റെ നെഞ്ചിലൂടെ ഒരൊറ്റ വലി. ആ നിമിഷത്തിൽ മാർക്കിന്റെ ആ ഡ്രസ്സ് ചിന്ന ഭിന്നമാകുകയും മാർക്ക് പുറകോട്ട് മാറുകയും ചെയ്തു. പുറകോട്ട് മാറിയ മാർക്ക് അമ്പരപ്പോടെ ആ നെഞ്ചിലേക്ക് നോക്കുമ്പോൾ മാർക്കിന്റെ ബോഡിയിൽ വെള്ള പാടുകൾ വീണിട്ടുണ്ട്. മാർക്കിന്റെ ബോഡിക്കുള്ളിലേക്ക് ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ആരാണ് അത് ചെയ്തതെന്ന് മാർക്ക് കണ്ടതുമില്ല. മാർക്ക് ആകെ കണ്ടത് ഒരു കൈയാണ്. ആ കൈ മാർക്കിന്റെ ബോഡിയെ തൊട്ടതും മാർക്ക് പുറകോട്ട് മാറിയതും ആ കൈ അപ്രത്യക്ഷമായതും ഒരേ നിമിഷത്തിലാണ്. പെട്ടെന്ന് മാർക്കിന് കാര്യം മനസ്സിലായി. മാർക്കിന് ചുറ്റുമായി എനർജി കൊണ്ട് ഒരു മതിലുണ്ടാക്കി ആ മതിലിനകത്ത് ആരോ ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു തോന്നൽ മാർക്കിന് ഉണ്ടാകുമ്പോൾ തന്നെ മാർക്കിന്റെ വലതു ഭാഗത്ത് വായുവിൽ ഒരു പ്രത്യേക ചലനം പെട്ടെന്ന് കണ്ടു. ആ ഭാഗത്തെ വായുവിന്റെ ഇളക്കം മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും മാർക്ക് വലത് കൈ ചുരുട്ടി ഒരു ഒറ്റ ഇടി. അതിശക്തമായി മാർക്ക് ആ വായുവിലേക്ക് അങ്ങനെ ഇടിച്ചതും മാർക്കിന്റെ കൈ ഒരു പഞ്ഞക്കെട്ടിനകത്തേക്ക് കയറിയതുപോലെ മാർക്കിന് തോന്നി. ആ പഞ്ഞക്കെട്ടിനകത്തേക്ക് ഈസി ആയിട്ട് മാർക്കിന്റെ കൈ കയറി പോവുകയാണ്. ആ കൈ ആ പഞ്ഞക്കെട്ടിനകത്തേക്ക് കയറുന്നു മാർക്കിന് തോന്നിയ ആ നിമിഷത്തിൽ മാർക്ക് അറിയാതെ കൈ വലിച്ചു പോവുകയാണ്. അതിന്റെ കാരണം മാർക്കിന്റെ കയ്യിൽ ആരോ വലിയ ചുറ്റുകൊണ്ട് ആഞ്ഞൊരൊറ്റ അടിയടിച്ചു. കൈ പിൻവലിച്ച മാർക്ക് അമ്പരപ്പോടെ കൈയിലേക്ക് നോക്കുകയാണ്. മാർക്കിന്റെ കൈ എന്നാൽ ചുവന്നിരിക്കുകയാണ്. ഓയിൽ ബാരിയർ സിസ്റ്റം ഉപയോഗിച്ച് ആരോ ഒരു ഗെയിം കളിക്കുകയാണ്. ഹെക്ടറിംഗ് സമാന സ്വഭാവത്തിൽ അത്തരത്തിലുള്ള ഗെയിം കളിക്കുന്നത് മാർക്കിന് പരിചയമുള്ളതാണ്. ആ ധാരണ മനസ്സിലേക്ക് വന്നതും മാർക്കിന്റെ ഡിവൈനായി ആക്ടിവേറ്റ് ചെയ്തു. ആ ഡിവൈനായി ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് കാണുന്നത് തികച്ചും രസകരമായ ഒരു രംഗമാണ്. മാർക്കിന് ചുറ്റും ഒരാൾ ഓടുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനാണ് അങ്ങനെ ഓടുന്നത്. അയാളുടെ ഷോൾഡർ മുതൽ കാൽപാദം വരെ ഒരു ഗൗൺ പോലെ വെളുത്ത വസ്ത്രം കിടക്കുകയാണ്. ആ വെളുത്ത ഗൗൺ ധരിച്ച മനുഷ്യൻ മാർക്കിന്റെ ചുറ്റും ഓടി നടന്നിട്ട് മാർക്കിന്റെ മുന്നിൽ വന്ന് മാർക്കിനെ ഇടിക്കാനായി പോയതും അയാൾ ഇടിച്ചതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിന്റെ തൊട്ടു മുന്നിലുള്ള ആ ഓയിഡ് ബാരിയർ ആ നിമിഷം തകർന്നു വീണു. അതിശക്തമായ മാർക്കിന്റെ ആ ഇടിയിൽ ആ വെളുത്ത ഗൗൺ വസ്ത്രധാരിയും ഏതാനും സ്റ്റെപ്പ് പുറകിലോട്ട് മാറി. ഈ സമയത്ത് ഈ കാഴ്ച അവിടെ എത്തിയ മുഴുവൻ ആളുകളും കണ്ടു. അതുവരെ മാർക്ക് ഫെല്ലർ പുറകോട്ട് മാറുന്നതും വായുവിൽ ഇടിക്കുന്നതൊക്കെ അവരും കണ്ടിരുന്നു. മാർക്ക് എന്താണ് ചെയ്യുന്നെന്നുള്ള കാര്യം അവർക്ക് കൊണ്ട് മനസ്സിലായില്ല. മാർക്കിന്റെ ഷർട്ട് വലിച്ചു കീറപ്പെട്ടത് മാർക്കിന്റെ മുൻവശത്തുണ്ടായിരുന്ന ആളുകൾ കാണുകയും ചെയ്തു. അവരും യഥാർത്ഥത്തിൽ ആ കൈയുടെ ആക്രമണം അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ അവർക്ക് കഥ മനസ്സിലായി. ഒരു വെളുത്ത വസ്ത്രധാരി മാർക്കിന്റെ തൊട്ടു മുന്നിലുണ്ട്. തനിക്കും മാർക്കിനും ഇടയിലുള്ള ആ ബാരിയർ തകർക്കപ്പെട്ട കാര്യം മനസ്സിലാക്കിയ ആ വെളുത്ത വസ്ത്രധാരി മാർക്കിനോട് പറഞ്ഞു, ഏയ് നീയാണല്ലേ മാർക്ക് ഫെല്ലർ. അത് കേട്ടതും മാർക്ക് അവനോട് പറഞ്ഞു, ഏയ് ആരാ നീ ഞാൻ തമ്മിൽ എന്താ പ്രശ്നം? നീ മാറി നിൽക്കേ, ഞാൻ ഫൈറ്റ് ചെയ്യാൻ വന്നത് ഫസ്റ്റ് എൽഡറോടാണ്, അയാളെ വിളിക്കേ. മാർക്ക് അങ്ങനെ പറഞ്ഞതും ആ വെളുത്ത ഗൗൺധാരി മാർക്കിനോട് പറഞ്ഞു, ഏയ് ഫസ്റ്റ് എൽഡറോട് എതിരിടാനുള്ള കപ്പാസിറ്റി ഒന്നും നിനക്കില്ല. നീ ആദ്യം എന്നൊന്ന് ജയിക്ക്, എന്നിട്ടാകാം ഫസ്റ്റ് എൽഡറോട് എതിരിടുന്നത്. അങ്ങനെ പറഞ്ഞ ആ മനുഷ്യൻ പെട്ടെന്ന് ഒന്ന് ചലിച്ചതും മാർക്കിനും അയാൾക്കും ഇടയിലുള്ള ആ വായു മുഴുവൻ ഒന്ന് ചലിച്ചു തുടങ്ങി. ആ വായു ചലിച്ചു തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മാർക്കിന് കൃത്യമായിട്ട് മനസ്സിലായില്ല. മാർക്കും അയാളും തമ്മിൽ ഏകദേശം ഒരു 20 അടി അകലമുണ്ട്. മാർക്കിന് ചുറ്റുമുള്ള ആ വായു ഒന്ന് ചലിച്ചതും അയാൾ ഒന്ന് കാല് ആഞ്ഞ് ചവിട്ടിയതും ഒരു നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ മാർക്കിന് ചുറ്റും പെട്ടെന്ന് ഒരു കറുത്ത പ്രതലമുണ്ടായി. മാർക്കിന്റെ ചുറ്റും ഉണ്ടായിരുന്ന ആ വായുവിനെ അയാൾ പെട്ടെന്ന് വലിച്ചു മാറ്റിന്റെ ഫലമായി ആ ഭാഗത്ത് വായുവും പ്രകാശമില്ലാത്ത ഒരു ഘട്ടം ഉണ്ടായിരിക്കുകയാണ്. ഒരു ഇരുട്ട്
മാർക്കിന് ചുറ്റുമുണ്ട്. എന്നാൽ മാർക്ക് ഫെല്ലർ നിൽക്കുന്ന ഭാഗത്ത് വെട്ടമുണ്ട് താനും. മാർക്കിനെ ആളുകൾക്ക് കാണാം. അത് കഴിഞ്ഞാൽ ഇരുട്ടാണ്. ഇരുട്ടിന്റെ ആ വലയത്തിന് പുറത്താണ് ആ വെളുത്ത വസ്ത്രധാരി. അയാള് എന്തോ ഒരു മാജിക്കൽ ആക്ടിവിറ്റി അവിടെ കാണിക്കാൻ പോവുകയാണെന്ന് അത് കണ്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. ആളുകളും വളരെ കൗതുകത്തോടെ ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ വെളുത്ത വസ്ത്രധാരിയുടെ കയ്യിൽ ഒരു ബെല്ല് പ്രത്യക്ഷപ്പെട്ടു. ആ ബെല്ല് ആ വെളുത്ത വസ്ത്രധാരിയുടെ കയ്യിൽ കണ്ടതും ഈ കാഴ്ച കാണുന്ന ആളുകളിൽ ചിലരൊക്കെ കമന്റ് പറഞ്ഞു തുടങ്ങി. അത് റിവേർഷൻ ടു ഓയിഡ് സ്റ്റേജിലെ ഒരു മാന്ത്രിക ആയുധമാണ്. റിവേർഷൻ ടു ഓയിഡ് സ്റ്റേജിലുള്ള ആയുധം എന്ന് പറയുമ്പോൾ അതിന്റെ കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അത് മനസ്സിലാക്കിയ മറ്റൊരാൾ ഉടൻ അതിന് അനുബന്ധമായി ഒരു കമന്റൂടെ പറഞ്ഞു, ഈ ഹെവൻലി ക്ലൗഡുകാര് അവിടെ തുറപ്പിച്ചിട്ടെല്ലാം ഇതാ പുറത്തിറക്കിയാണല്ലോ. മാർക്ക് ഫെല്ലർ ഒരു നേസന്റ് സോൾ സ്റ്റേജുകാരനാണ്. അതിന് മുകളിൽ മൈറ്റി ലെവലും ഓൾമൈറ്റി ലെവലും കഴിഞ്ഞാണ് റിവേർഷൻ ടു ഓയിഡ് സ്റ്റേജ് എത്തുന്നത്. നേസന്റ് സോൾ സ്റ്റേജിലുള്ള മാർക്കിനെ നേരിടാൻ റിവേർഷൻ ടു ഓയിഡ് സ്റ്റേജിലെ ഒരു ആയുധം രംഗത്തിറക്കുക എന്ന് പറഞ്ഞാൽ ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർക്ക് മാർക്കിനെ ഭയമുണ്ടെന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് അത് നൽകുക. കമന്റുകൾ പറയുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും മാർക്കിനെയും ആ ആയുധത്തെയും ഹെവൻലി ക്ലൗഡ് സെക്ഷനേക്ക് കമ്പയർ ചെയ്യുമ്പോൾ ആ വെളുത്ത വസ്ത്രധാരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ അവസാനിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ബെല്ലൊന്ന് അനക്കിയതും മാർക്കിനും അയാൾക്കും ഇടയിലുള്ള ആ കറുത്ത പ്രതലത്തിലൂടെ ശക്തമായ പ്രകാശം മാർക്ക് നേരെ അടിച്ചു. കണ്ണഞ്ചി പോകുന്ന പ്രകാശമാണ് ആ വലയത്തിന്റെ ഒരു വശത്തുനിന്ന് വലയത്തിന്റെ മറുഭാഗത്തേക്ക് അല്ലെങ്കിൽ സെന്ററിലേക്ക് കടന്നു വന്നത്. മാർക്ക് ആ നടുക്ക് നിൽക്കുകയാണ്. മാർക്കിന് ചുറ്റും എല്ലാ ഭാഗത്തുനിന്നും അതിശക്തമായ പ്രകാശം മാർക്കിനടുത്തേക്ക് വരുമ്പോൾ ആ കറുത്ത പ്രതലം വല്ലാതെ ചുരുങ്ങുകയും ചെയ്യുകയാണ്. അതിശക്തമായ പ്രകാശം ഇപ്പോ ഒരു ചൂടും പുറത്തേക്ക് കൊടുക്കുകയാണ്. ഒരു കത്തുന്ന വലയത്തിനുള്ളിൽ അല്ലെങ്കിൽ ജ്വാലയ്ക്കുള്ളിൽ മാർക്ക് ഫെല്ലർ പെട്ടതുപോലെ ഒരു തോന്നൽ അത് കാണുന്ന ആളുകൾക്കുണ്ടായി. ഒരു വലിയ തീക്കുണ്ടത്തിനകത്ത് മാർക്ക് ഇതാ പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആളുകൾക്ക് തോന്നിയതും കണ്ണഞ്ചിക്കുന്ന പ്രകാശം മാർക്കിന് ചുറ്റുമുള്ള ആ വലയത്തിൽ നിന്ന് അതിവേഗം മാർക്കിനെതിരെ പാഞ്ഞു വന്നു. കണ്ണടച്ച് തുറക്കും മുമ്പേ ആ എൻറ്റയർ മേഖലയും ആ വെളുത്ത കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിന്റെ ഉള്ളിലായി. ഒരു മനുഷ്യനും മാർക്ക് നിൽക്കുന്ന ഭാഗം തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ അവിടെ പ്രകാശപൂരിതമാണ്. കത്തിജ്വലിക്കുന്ന ആ പ്രകാശം ശരിക്കും വിറയ്ക്കുന്നുമുണ്ട്. മാർക്ക് ഫെല്ലർ ആ തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയാണെന്ന് ആ പ്രകാശം വിറയ്ക്കുന്ന കണ്ടപ്പോൾ ചിലർക്കെങ്കിലും തോന്നുകയും ചെയ്തു. ശക്തമായ പ്രകാശം മാർക്ക് ഫെല്ലർ നിൽക്കുന്ന ആ സെൻട്രൽ പോയിന്റിലേക്കാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും അതിന്റെ അരുണനങ്ങൾ ചുറ്റും നിൽക്കുന്ന ആളുകളിലും ബാധിച്ചു. തൽഫലമായി ആളുകൾ ഒത്തിരി പുറകോട്ട് മാറി. വല്ലാത്തൊരു ചൂടും കണ്ണഞ്ചിക്കുന്ന ആ പ്രകാശവും ഏതാനും സെക്കൻഡുകൾ നേരം അങ്ങനെ തന്നെ നിന്നു. ആ കാഴ്ച കാണുന്ന ആളുകളിൽ ചിലർ കമന്റുകളും പറഞ്ഞു, ഒരു റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെ ആയുധത്തിന്റെ കപ്പാസിറ്റി ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെ ആയുധമൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് വളരെ വളരെ അപൂർവ അവസരങ്ങളിലാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷന് അങ്ങനെ വലിയ യുദ്ധങ്ങളൊന്നും ഈ അടുത്ത കാലത്ത് നടത്തേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ആരും റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെ ആയുധം ഉപയോഗിച്ച് ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുമില്ല. ഇതാ എത്രയോ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പലരുടെയും ഓർമ്മയിൽ ആദ്യമായിട്ട് റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെ ഒരു ആയുധം ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അതും ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ കൂറ്റൻ മതിൽക്കെട്ടിന് പുറത്ത്. ആളുകൾ ആ കാഴ്ചയെ വിലയിരുത്തിക്കൊണ്ട് ഒരു കമന്റ് കൂടി പറഞ്ഞു, മാർക്ക് അവസാനിച്ചു. എന്തൊരു ടാലന്റ് ഉള്ള മനുഷ്യനായിരുന്നു അയാൾ. ഇങ്ങനെ ഈ ഗേറ്റിന് മുന്നിൽ അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അതെന്താ നീ അങ്ങനെ കരുതാത്തത്? അയാൾ എതിരിട്ടത് ആരെയാ? ഹെവൻലി ക്ലൗഡ് സെക്ഷനെയാണ്. അവരെ എതിരിടാൻ ഈ സദേൺ പ്രൊവിൻസിൽ ആരാ ഉള്ളത്? പല ശൈലിയിലുള്ള ആ കമന്റുകൾ അങ്ങനെ ഉയരുമ്പോൾ അവരുടെ ഇടയിൽ നിൽക്കുന്ന ഡിൽഡ വല്ലാതെ അസ്വസ്ഥയാണ്. അവള് മാർക്കിനെ കാണാനും മാർക്കിനോട് സംസാരിക്കാനുമായി അവിടേക്ക് ഓടിയെത്തിയപ്പോഴാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഡിൽഡ ആളുകളുടെ സംഭാഷണത്തിൽ നിന്നും ശ്രദ്ധ കൊടുക്കാതെ ആ ഗേറ്റിന് മുന്നിലെ തീയിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പതുക്കെ പതുക്കെ ആ പ്രകാശം ഒന്ന് കെട്ടടങ്ങി. ആ പ്രകാശം പതുക്കെ മങ്ങുമ്പോൾ മുഴുവൻ ജനവും വാ പൊള്ളിച്ചു പോകുന്ന ഒരു രംഗമുണ്ടായി. ആ തീജ്വാലയ്ക്ക് നടുവിൽ ഇപ്പോ നമുക്ക് മറ്റൊരു തീജ്വാല കാണാം. വളരെ ശാന്തമായ ഒരു ജ്വാല ആ സെൻട്രൽ പോയിന്റിലുണ്ട്. ആ ജ്വാല യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലറുടെ ചുറ്റുമാ ഉള്ളത്. മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ജ്വാല അങ്ങനെ നിൽക്കുകയാണ്. ആ ജ്വാല കണ്ടതും ആളുകൾ ഉറക്കെ പറഞ്ഞു, അത് ഹുവാൻജി മൗണ്ടനിലെ ജ്വാലയാണല്ലോ. ഈ ഹുവാൻജി മൗണ്ടനിലെ ജ്വാല മാർക്കിന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഗൂ സിറ്റിയിൽ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ലേലം നടന്നപ്പോൾ പ്രായമുള്ള ഒരു മനുഷ്യൻ അന്ന് ഹുവാൻജി മൗണ്ടനിലെ ആ ജ്വാല ലേലത്തിൽ പിടിച്ചിരുന്നു. അയാൾ ആ ജ്വാലയുമായി ആ ഗൂ സിറ്റിയിലെ ലേല സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ഒരു ഫൈറ്റ് ഉണ്ടായി.
ആ ഫൈറ്റിൽ അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷെ ആ ജോല ആ ഫൈറ്റിനിടയിൽ നഷ്ടമായിരുന്നു. ആ ജോലയാണ് ഇപ്പൊ ഇതാ മാർക്ക് ഫെല്ലറുടെ ബോഡിക്ക് ചുറ്റുമായി കാണുന്നത്. ആ കാഴ്ച കണ്ട പലരും അത് ഓർത്തെടുക്കുകയാണ്. ഷോ, ആ ഫൈറ്റ് നടക്കുമ്പോൾ മാർക്ക് അവിടെ ഉണ്ടായിരുന്നു. മാർക്കാണ് അപ്പോ ആ ഹുവാൻജി മൗണ്ടനിലെ ആ ജോല എടുത്തത്. ഹുവാൻജി മൗണ്ടനിലെ ജോല മാർക്ക് ഫെല്ലറെ അവിശ്വസനീയമാംവിധം ശക്തമായി പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. റിട്ടേൺ ടു വോയിഡ് സ്റ്റേജിലെ ഒരു ആയുധത്തെ നിർവീര്യമാക്കാൻ കപ്പാസിറ്റി ഉണ്ട് ആ ഹുവാൻജി മൗണ്ടനിലെ ജ്വാലയ്ക്കെന്ന് അവിടെ അസന്നിഗ്ധമായി തെളിയിക്കപ്പെടുകയാണ്. ഇപ്പോ ഏതാണ്ട് ശ്വാസം നിലച്ചതുപോലെ നിൽക്കുന്നത് സാക്ഷാൽ ആ വൈറ്റ് റോബുകാരനാണ്. അയാള് ഒരിക്കലും ഇത്തരത്തിലൊരു രംഗം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ അയാളുടെ സ്വബോധം വീണ്ടെടുത്തു. അയാൾ മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക് ഫെല്ലർ, നിന്റെ ഈ കപ്പാസിറ്റി എന്നെ അതിശയപ്പെടുത്തുകയാണ്. പക്ഷെ മാർക്ക്, നിനക്ക് ഞാനൊരു ഓഫർ നൽകാം. നിന്റെ ആ കയ്യിലുള്ള ഹുവാൻജി മൗണ്ടൻ ജോല എനിക്ക് നൽകിയാൽ ഞാൻ നിന്നെ കൊല്ലാതെ വിടാം. മാർക്ക് എന്തു പറയുന്നു? അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലാതിരിക്കാൻ നിനക്കെന്തെങ്കിലും കാരണം കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് കണ്ടെത്താൻ നോക്ക്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ദേഷ്യമെന്ന ആ വെളുത്ത വസ്ത്രധാരി വീണ്ടും ആ ബെല്ല് ആക്ടിവേറ്റ് ചെയ്തു. ആ ബെല്ല് ആക്ടിവേറ്റ് ചെയ്തതും അതിശക്തമായ പ്രകാശം വീണ്ടും മാർക്കിന് ചുറ്റും വരികയാണ്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഇപ്പോ സെയിൻലി ബോഡി ടെക്നിക്ക് തേർഡ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനു പുറമെ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ആ ഹുവാൻജി മൗണ്ടൻ ഫ്ലെയിമും ഉണ്ട്. ആ ഹുവാൻജി മൗണ്ടൻ ഫ്ലെയിം തന്നെ ഒരിക്കൽ കൂടി സംരക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് മാർക്ക് ആ ഫ്ലെയിം ആക്ടിവേറ്റ് ചെയ്തത്. മാർക്കിന്റെ ഫ്ലെയിമിനടുത്തേക്ക് ആ ബെല്ലിൽ നിന്നുള്ള പ്രകാശം അതിശക്തമായി ഒരു സർക്കിളായി എത്തുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിച്ചു. ആ റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെ ആ ബെല്ലിന്റെ പ്രകാശത്തെ മറികടന്നുകൊണ്ട് ആ ബെല്ലിന്റെ പ്രകാശത്തിനും മാർക്കിനും ഇടയിലായി ഒരു ടീം രംഗത്ത് വന്നു. ആ ടീമിനെ കണ്ടതും ആളുകളുടെ ആവേശം വർദ്ധിച്ചു. ഇതാ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അവിടെ തുറപ്പ് ചീട്ട് തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ്. 18 ഗോഡ്സ് ആണ് ഇതാ വന്നിരിക്കുന്നത്. 18 ഗറിലകൾ, 18 ഫാൻറ്റംസ്, 18 കില്ലിംഗ് മെഷീൻ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന 18 വിദഗ്ധരായ ഫൈറ്റേഴ്സ് ഇതാ മാർക്കിന് ചുറ്റും ഒരു വൃത്തം തീർത്തിരിക്കുകയാണ്. അവരുടെ അതിശക്തമായ ആ ഇന്റേണൽ എനർജി ഒന്നിച്ച് കമ്പൈൻ ചെയ്തപ്പോൾ ആ റിവേർഷൻ ഓയിഡ് സ്റ്റേജിലെ ആ ബെല്ലിന്റെ പ്രകാശം തികച്ചും അപ്രസക്തമായി. ആ പ്രകാശം മാത്രമല്ല, ആ വെളുത്ത വസ്ത്രധാരിയും അപ്രസക്തമായി. അയാൾ ആകെ വല്ലാണ്ടായതുപോലെയായി. അയാളെ മാർക്കിനെ തോൽപ്പിക്കാൻ അനുവദിക്കാതെ ഇതാ ആ 18 ഗോഡുകളെ അല്ലെങ്കിൽ കില്ലിംഗ് മെഷീനെ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ രംഗത്തിറക്കിയിരിക്കുകയാണ്. ഇവരെ രംഗത്തിറക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അയാൾ അങ്ങനെ പറയുമ്പോൾ ആ 18 പേരും മാർക്കിന് ചുറ്റും പതുക്കെ മൂവ് ചെയ്യാണ്. ഇപ്പോ മാർക്കിന് സിറ്റുവേഷൻ അല്പം കടുത്തതായി സ്വയം ഫീൽ ചെയ്തു തുടങ്ങി. കാരണം ആ 18 പേർക്കും ഒരു വല്ലാത്ത മുഖഭാവവും ഒരു വല്ലാത്ത ബോഡി ലാംഗ്വേജും ഉള്ളത്. അവർ ഒരൊറ്റ ടീമാണ്. 18 ആളുകളാണെങ്കിലും അവർ യഥാർത്ഥത്തിൽ ഒറ്റ ആളിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവർ മാർക്കിന് ചുറ്റും കറങ്ങുന്ന അതേ നിമിഷത്തിൽ ആ 18 പേരും അവരുടെ കൈ ഉയർന്നു. ആ 18 ജോഡി കൈകളും ഒരുമിച്ച് ഉയർത്തപ്പെട്ടതും ആ കൈകളിൽ നിന്ന് അതിശക്തമായ പ്രകാശം മാർക്കിന് നേരെ പാഞ്ഞു വന്നു. ശരിക്കും 36 സൂര്യൻ ഒന്നിച്ച് ഉദിച്ചാൽ എന്ത് സംഭവിക്കുമോ അതുപോലെ ശക്തമായ പ്രകാശം മാർക്ക് ഫെല്ലറെ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ പാഞ്ഞു വരികയാണ്. മാർക്ക് ഇപ്പോഴും ആ ഹുവാൻജി മൗണ്ടൻ ഫ്ലെയിമിന്റെ ആ പ്രൊട്ടക്ഷനകത്താണ് നിൽക്കുന്നത്. പക്ഷേ ആ 18 അതിശക്തരായ മൈറ്റ് ലെവൽ ഫൈറ്റേഴ്സിന്റെ ആ ഇന്റേണൽ എനർജിക്ക് മുന്നിൽ ഹുവാൻജി മൗണ്ടന്റെ ആ ഫ്ലെയിമിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നൊരു സംശയം കാണുന്ന കാണികൾക്കൊക്കെ ഉണ്ട്. മാർക്ക് ഒരു സാധാരണ വ്യക്തിയല്ല. അയാള് ഒരു അസാധാരണ ഫൈറ്ററാണ്. തോൽവി പെട്ടെന്ന് അംഗീകരിക്കത്തില്ല. മാർക്ക് തോറ്റ ചരിത്രവുമില്ല. അത് അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി എല്ലാവരും കണ്ണ് തുറന്നു പിടിച്ച് ആ രംഗത്തേക്ക് നോക്കുമ്പോൾ മാർക്കിനെ ആ ഫ്ലെയിം അങ്ങ് വിഴുങ്ങി. ആ 36 കൈകളിൽ നിന്നായി മാർക്കിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന ഫ്ലെയിം ഇപ്പോ ഒരു ഗോളത്തിന്റെ രൂപം ആർജിച്ചിരിക്കുക. ആ ഫ്ലെയിമുകൾ പരസ്പരം കമ്പൈൻ ചെയ്ത് മാർക്ക് ആ ഫ്ലെയിമിനകത്തായതുപോലെയായി. ശരിക്കും ഒരു തിളങ്ങുന്ന ഗോളത്തിനുള്ളിൽ മാർക്ക് പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ 18 കില്ലിംഗ് മെഷീനുകളും അവരുടെ കൈ അങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ആ കൈകളിൽ നിന്ന് മാർക്കിനെതിരെ പാഞ്ഞു വരുന്ന പ്രകാശത്തെ അവര് ആ കൈകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുകയാണ്. ആ 18 ജോഡി കൈകളും മാർക്കിന് ചുറ്റുമുള്ള ആ പ്രകാശത്തെ അങ്ങനെ കറക്കുമ്പോൾ ആ പ്രകാശം ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങുന്നുണ്ട്. മാർക്ക് തനിക്ക് ചുറ്റും കറങ്ങുന്ന ആ പ്രകാശത്തിലേക്ക് അമ്പരന്ന് നോക്കുമ്പോൾ
അവര് കൈകൾ പരസ്പരം അടുപ്പിച്ചു തുടങ്ങി. ആ 18 ജോഡി കൈകളും അങ്ങനെ അടുത്തടുത്ത് വന്നു തുടങ്ങിയപ്പോൾ മാർക്കിന് ചുറ്റുമുള്ള ആ ഗോളത്തിന്റെ റേഡിയസും പതുക്കെ പതുക്കെ കുറയുകയാണ്. ആ ഗോളം ഒന്ന് ചുരുങ്ങി തുടങ്ങി. ആ ഗോളം ചുരുങ്ങുന്ന അനുസരിച്ച് മാർക്കിന്റെ പുറത്ത് അനുഭവപ്പെടുന്ന പ്രഷറിന്റെ അളവ് കൂടുകയാണ്. അതിശക്തമായ പ്രഷർ മാർക്കിന്റെ പുറത്ത് അനുഭവപ്പെടുന്നത് മാർക്കിനെ ഞെരുക്കി കൊല്ലാനുള്ള ഒരു പരിപാടി. മാർക്ക് ആ പ്രഷറിന്റെ ശക്തി സഹിക്കാൻ പറ്റാതെ ഒന്ന് കുനിയുന്നത് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായി കാണാം. മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കാനായി ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അവരുടെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായ തുറുപ്പ് ചീട്ടാണ് രംഗത്തിറക്കിയത്. ആ തുറുപ്പ് ചീട്ട് ഇതാ മാർക്കിനെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. മാർക്ക് പെട്ടിരിക്കുന്ന ആ ഗോളം ചുരുങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കും കഥ മനസ്സിലായി. ഈ സമയത്ത് ഡിൽഡ കണ്ണുകൾ അടയ്ക്കാതെ നിർനിമേഷിയായി ശ്വാസം അടക്കി പിടിച്ച് ആ രംഗത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവളുടെ മുഖത്ത് തരിമ്പും ഭയമില്ല. മാർക്കിന് ഒന്നും സംഭവിക്കില്ല എന്നൊരു വിശ്വാസം അവളുടെ മുഖത്ത് കാണാം. എന്നാൽ മറ്റു പലരും വല്ലാത്തൊരു ഭാവത്തിലാണ്. മാർക്ക് വിജയിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ വളരെ അസ്വസ്ഥരാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ അനുയായികൾ അല്ലെങ്കിൽ അവരുടെ വാലാട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോ ഉറക്കെ കൈയിടിക്കുകയാണ്. മാർക്ക് അവസാനിച്ചേ, മാർക്ക് അവസാനിച്ചേ. ആ ശൈലിയിലുള്ള ആരവങ്ങളും അവിടെ കേൾക്കാം. ഈ സംഭവവികാസങ്ങൾ നടക്കുമ്പോഴേക്കും ആ ഗോളം ചുരുങ്ങുന്നതിന്റെ വേഗത കൂടിക്കൂടി വരികയാണ്. ആ ഗോളം ചുരുങ്ങി അവസാനിക്കുമ്പോൾ മാർക്ക് ഫെല്ലറും അവസാനിക്കും. ആ കാഴ്ച കാണുന്ന ഏതൊരാളും ആ ശൈലിയില അതിനെ വിലയിരുത്തുന്നത്. ആ ഗോളം ചുരുങ്ങുന്നതിന്റെ വേഗത പെട്ടെന്ന് ആ 18 പേരെ അങ്ങ് കൂട്ടി. അവർക്ക് ഈ കളി വേഗം അവസാനിപ്പിക്കണമെന്ന് ഒരു തോന്നൽ. ആ ഗോളത്തിന്റെ ചുരുങ്ങൽ വേഗത വൻതോതിൽ വർദ്ധിച്ചതും പെട്ടെന്നാണ് ആ ഗോളത്തിനകത്ത് ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. കണ്ണും കാതും തരിച്ചു പോകുന്ന ശൈലിയിലുള്ള ശബ്ദഘോഷത്തോടെ പ്രകാശ വിസ്ഫോടനത്തോടുകൂടി ഒരു കൂറ്റൻ സ്ഫോടനം. വൻ തരംഗങ്ങൾ അതിന്റെ ഫലമായി ചുറ്റുമുണ്ടായി. പലരും നിന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരുപാട് പേർ പുറകോട്ട് തെറിക്കുകയും ചെയ്തു. ഒരുപാട് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അത്ര ശക്തമായ തരംഗമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. ആളുകൾ അമ്പരപ്പോടെ മാർക്ക് ഫെല്ലർ അകപ്പെട്ട ആ ഗോളത്തിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന ഒരു കാഴ്ച അവര് അതിന് പകരം കാണുകയാണ്. ആ ഗോളം പൊട്ടിത്തെറിച്ച് മാർക്ക് ഫെല്ലർ ഇതാ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുന്ന മാർക്ക് ഫെല്ലർക്ക് പൊക്കം കൂടിക്കൂടി വരികയാണ്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മാർക്ക് നല്ല പൊക്കമുള്ള ഒരു മനുഷ്യനായി മാറി. മാർക്കിന്റെ കോസ്മിക് രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. പൈറോൽ വെച്ച് അനവധി തവണ മാർക്ക് മറ്റുള്ളവരെ അമ്പരപ്പിച്ചുകൊണ്ട് ആ കോസ്മിക് രൂപം സൃഷ്ടിച്ചിരുന്നു. ഇതാ വീണ്ടും മാർക്ക് ആ കോസ്മിക് രൂപം സൃഷ്ടിക്കുകയാണ്. ഇവിടെ ഈ ഹെവൻലി റീജിയനിൽ എത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് മാർക്ക് കോസ്മിക് രൂപത്തിലേക്ക് മാറുന്നത്. ഹെവൻലി റീജിയനിൽ എത്തിയതിനു ശേഷം ആ കോസ്മിക് രൂപം സൃഷ്ടിക്കാൻ മാർക്കിന് കഴിയാത്തത് മാർക്കിന്റെ ബോഡിയിലെ ആ സ്പിരിച്വൽ എനർജിയുടെ അസാന്നിധ്യമാണ്. ഇപ്പോ മാർക്കിന്റെ ബോഡിയിൽ 70% സ്പിരിച്വൽ എനർജി ഉണ്ട്. ആ എനർജിയിൽ മാർക്ക് ആ കൂറ്റൻ കോസ്മിക് രൂപം സൃഷ്ടിച്ചപ്പോ ആ 18 കില്ലിംഗ് മെഷീനുകളുടെയും മുഖത്ത് ഒരു അതിശയം നമുക്ക് നോക്കിയേ കാണാം. ആ അതിശയം വളരെ ശ്രദ്ധിച്ചു നോക്കിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അവരുടെ മുഖം വല്ലാതെ നിർവികാരമാണ്. ശരിക്കും കില്ലിംഗ് മെഷീൻ എന്ന് അവർ വിളിക്കുന്നത് വെറുതെയല്ല. ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ലാതെ ആളുകളെ കൊന്നൊടുക്കാൻ അവർ ബിരുദന്മാരാണ്. ആ 18 പേരുടെയും കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിച്ചു എന്ന് പറയാം. മുന്നിൽ കാണുന്ന ആ കോസ്മിക് രൂപത്തിലേക്ക് ഒന്ന് നോക്കിയ അവർ പെട്ടെന്ന് കൈ ഒന്ന് പുറകോട്ടെടുത്തു. തൽഫലമായി മാർക്കിന് ചുറ്റുമുണ്ടായിരുന്ന ആ ഗോളം പൂർണ്ണമായി അപ്രത്യക്ഷമായി. ആ 18 പേരും മാർക്കിനെ ആക്രമിക്കുന്ന പ്രക്രിയയിൽ നിന്ന് പിന്മാറി എന്ന് ഒരു തോന്നൽ ഒരു നിമിഷം ആളുകൾക്ക് ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ അത് വെറും ഒരു തോന്നൽ മാത്രമാണെന്ന് അടുത്ത നിമിഷത്ത് തന്നെ മാർക്കിനും ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലായി. ആ 18 പേരും ഒരുമിച്ച് ഒരു പ്രത്യേക സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തു, ഒരു പ്രത്യേക മന്ത്രം. പക്ഷെ ആ 18 പേർക്കും ആ മന്ത്രത്തിൽ കണക്ഷൻ ഉണ്ട്. തൽഫലമായി എവിടെ നിന്നറിയാതെ അനവധി ചങ്ങലകൾ മാർക്കിന്റെ പുറത്തു വന്നു വീണു. ആ ചങ്ങലകളുടെ അറ്റം എവിടെയാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ആകാശത്തു നിന്നാണോ ഭൂമിയിൽ നിന്നാണോ ആ ചങ്ങലകൾ ഉണ്ടായെന്ന് ചോദിച്ചാലും അതും അറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ആ ചങ്ങലകൾ മാർക്കിനെ വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ്. ചങ്ങലകൾ തന്നെ വരിഞ്ഞ് മുറുക്കിയത് മനസ്സിലാക്കിയ മാർക്ക് ആ ചങ്ങലകൾ വിടുവിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. മാർക്ക് ബലം കൊടുക്കുമ്പോൾ ചങ്ങലകൾ വലിഞ്ഞു മുറുകുന്നതിന്റെ അളവ് കൂടുകയാണ്. മാർക്ക് തികച്ചും പെട്ടു എന്ന് മാർക്കിന് തന്നെ തോന്നിയ നിമിഷം. പക്ഷെ ഇപ്പോഴും മാർക്ക് ആ കോസ്മിക് രൂപത്തിലാണ്. കോസ്മിക് രൂപത്തിലുള്ള മാർക്കിനെയാണ് ആ ചങ്ങലകൾ വലിഞ്ഞു മുറുക്കിയിരിക്കുന്നത്. ഏകദേശം 4-5 മീറ്റർ പൊക്കമുള്ള ഒരാളെ ചങ്ങലകൾ അങ്ങനെ വലിച്ച് നിർത്തുമ്പോൾ അത് ഒരു കെട്ടുകാഴ്ച പോലെ നമുക്ക് തോന്നും. ഉത്സവത്തിലൊക്കെ നമ്മൾ കാണുന്ന വലിയ കെട്ടുകാഴ്ചകൾ പോലെ മാർക്ക് ഫെല്ലർ അവിടെ കെട്ടി നിർത്തിയിരിക്കുകയാണ്.
മാർക്ക് ആ ചങ്ങലകൾ വിടുവിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് കാണാനും പറ്റുന്നുണ്ട്. മാർക്ക് എത്ര വലിച്ചിട്ടും ചങ്ങലകൾ അനങ്ങുന്നില്ല. തറയിലാണോ ആകാശത്താണോ ആ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പോലും മാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മാർക്കിന്റെ ബോഡിയിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ആ ചങ്ങലകൾ പോയിരിക്കുകയാണ്. ആ 18 പേരും കൂടി ആ ചങ്ങലകൾ ഒന്ന് ടൈറ്റൻ ചെയ്ത് തുടങ്ങിയതും പെട്ടെന്ന് ഒരു പ്രകാശം ആ ചങ്ങലിൽ പതിച്ചു. അതിശക്തമായ പ്രകാശം ആകാശത്തു നിന്ന് ആ ചങ്ങലിൽ പതിച്ച ആ നിമിഷത്തിൽ മാർക്കിനെ വരിഞ്ഞു മുറുക്കിയിരുന്ന ആ ചങ്ങലകളൊക്കെ തകർന്ന് തരിപ്പണമായി. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടിയില്ല. പക്ഷെ ആ നിമിഷത്തിൽ ആകാശത്ത് തന്നെ ആ ശബ്ദം കേട്ടു. ഒരാളെ എതിർക്കാനായി 18 പേരോ? ഇതെന്ത് ന്യായം? ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ആളുകൾ നോക്കുമ്പോൾ ആകാശത്ത് നിന്ന് സാക്ഷാൽ യോങ്ജി തറയിൽ ലാൻഡ് ചെയ്തു. യോങ്ജിയുടെ തൊട്ടു പുറകെ അനവധി ആളുകളും ലാൻഡ് ചെയ്തു. ആ ലാൻഡ് ചെയ്ത ആളുകളെ കാണുമ്പോൾ അറിയാം എല്ലാം കിടിലൻ കക്ഷികളാണെന്ന്. അത് കണ്ടതും മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ആ കോസ്മിക് രൂപം പിൻവലിച്ചു. മാർക്കിന് ചുറ്റുമുള്ള ചങ്ങലകൾ മുഴുവൻ തെറിച്ചു പോയിരിക്കുന്നുണ്ട്. മാർക്ക് തികച്ചും സോദരനാണ്. മാർക്ക് ഓടി യോങ്ജിയുടെ അടുത്തേക്ക് വന്നു. സീനിയർ യോങ്ജി, അങ്ങനത്തെ ഇവിടെ? ഹേയ് മാർക്ക്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവന്മാർ ശരിയല്ലെന്ന്. ഇവന്മാർ നിനക്കെതിരെ ഒരു ആക്രമണം നടത്തുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫോളോ ചെയ്ത് ഇവിടെ എത്തിയത്. യോങ്ജിയാണ് ഷെനിയാനക്കിനെ ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർ കൊന്ന കാര്യം മാർക്കിനോട് പറഞ്ഞത്. മാർക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഏത് അളവ് വരെയും പോകുമെന്നുള്ള കാര്യം യോങ്ജിക്ക് അറിയാം. ആ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് യോങ്ജി ഇപ്പോൾ സ്ഥലത്തെത്തിയത്. വളരെ വേഗം മാർക്കിനും കാര്യം മനസ്സിലായി. മാർക്കിനോട് യോങ്ജി അങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഫസ്റ്റ് എൽഡറുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഫസ്റ്റ് എൽഡറുടെ ഒരു ഫാൻറ്റമാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അയാളുടെ യഥാർത്ഥ രൂപം ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നിൽക്കുമ്പോൾ അയാളുടെ രൂപത്തെ അവിടെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചു. ഫസ്റ്റ് എൽഡറുടെ രൂപം യോങ്ജിയോട് ചോദിച്ചു, ഏയ് സീനിയർ യോങ്ജി, താങ്കൾ എന്തായി കാണിക്കുന്നേ? ഏയ് ഫസ്റ്റ് എൽഡർ, നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഞാൻ മാർക്കിനെ കൊണ്ടുപോകാൻ വന്നതാണ്. ഏയ് യോങ്ജി, നിങ്ങൾ എന്തായി പറയുന്നത്? മാർക്കിനെ ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മാർക്കിനെ രക്ഷിക്കാൻ വന്നത്. യോങ്ജി കൂടെ മറുപടി പറഞ്ഞപ്പോ ഫസ്റ്റ് എൽഡർ യോങ്ജിയോട് ചോദിച്ചു, ഏയ് യോങ്ജി, നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടെ കുറിച്ച് അറിയില്ലേ? ഏയ് ഫസ്റ്റ് എൽഡർ, എന്ത് ബുദ്ധിമുട്ട്? ഞാനും നിങ്ങളും തമ്മിൽ ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. അതിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ 18 പേരുണ്ടല്ലോ. ശരി, ഞാനും 18 പേരെ ഇറക്കാം. യോങ്ജിക്കൊപ്പം യോങ്ജിയുടെ ആ വളർത്ത് മക്കളൊക്കെ എത്തിയിരിക്കുകയാണ്. എല്ലാം മൈറ്റി ലെവൽ വാരിയേഴ്സ് ആണ്. അതിൽ നിന്നൊരു 18 പേര് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ 18 പേരെ നേർക്ക് നേർ എതിരിടുമെന്ന് യോങ്ജി പറഞ്ഞതും ഫസ്റ്റ് എൽഡർ വല്ലാണ്ടായി. അയാൾ യോങ്ജിയോട് പറഞ്ഞു, യോങ്ജി, ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായി ഉടക്കുന്നത് നല്ലതല്ല എന്നറിയില്ലേ? ഏയ് ഫസ്റ്റ് എൽഡർ, താനെന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ പോവുകയാണ്? നിങ്ങളുടെ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ എനിക്കൊരു വിഷയമല്ല, അത് ഓർക്കുന്നത് നല്ലതാണ്. സതേൺ പ്രോവിൻസിനകത്തുള്ള വട്ടന്മാരിൽ രണ്ടാമത്തെ വട്ടൻ യോങ്ജിയാണ്. ഒന്ന് നമ്മുടെ ജു ഊ ആണ്. ഈ വട്ടന്മാരോട് എതിരിടുന്നത് നല്ലതല്ല എന്നൊരു തോന്നൽ ഫസ്റ്റ് എൽഡർക്കുണ്ട്. ആ തോന്നൽ ഫസ്റ്റ് എൽഡർ മനസ്സിൽ വിരിഞ്ഞതും ഫസ്റ്റ് എൽഡർ മാർക്കിന് നേരെ തിരിഞ്ഞു. ഏയ് മാർക്ക് ഫെല്ലർ, നീ തൽക്കാലം രക്ഷപ്പെട്ടു. അത് കേട്ടത് മാർക്ക് ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഏയ് ഫസ്റ്റ് എൽഡർ, എനിക്കും നിന്നോട് പറയാനുള്ളത് അതാണ്. നിന്നെ കൊല്ലാനാ ഞാനിവിടെ വന്നത്, പക്ഷേ നീ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് അത് പറഞ്ഞതും ഫസ്റ്റ് എൽഡർ ശരിക്കും ദേഷ്യത്തോടെ മാർക്കിനൊന്ന് നോക്കിയിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഫസ്റ്റ് എൽഡറുടെ രൂപം അപ്രത്യക്ഷമായ ആ നിമിഷത്തിൽ ആ 18 കില്ലിംഗ് മെഷീനുകളും അതുപോലെ ആ വെളുത്ത വസ്ത്രധാരിയും ആ നിമിഷം തന്നെ അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അവരെല്ലാവരും ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അകത്തേക്ക് കടന്നു. അവർ പോയി കഴിഞ്ഞെന്ന് ബോധ്യമായതും യോങ്ജി മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ എന്റെ എറ്റേണൽ സിറ്റി ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, നീ അങ്ങോട്ട് വാ. അത് കേട്ടതും മാർക്ക് യോങ്ജിയോട് പറഞ്ഞു, യോങ്ജി, എനിക്ക് വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. മാർക്ക്, നിന്നെ ഞാൻ എന്റെ ശിഷ്യനായി സ്വീകരിക്കാമെന്ന് കരുതുകയാണ്. അതിനും മാർക്കിന് മറുപടി ഉണ്ട്. യോങ്ജി, അത് ശരിയാകില്ല. ഞാൻ ഒരു ഫ്രീ ബേർഡ് പോലെ പറന്നു നടക്കുന്ന ആളാണ്. ആരുടെയെങ്കിലും കീഴിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മാർക്ക്, എന്റെ ഓഫർ ആദ്യമായിട്ടാണ് ഒരാൾ നിരസിക്കുന്നത്. യോങ്ജി, അങ്ങനെയാണോ? ശരിക്കും എനിക്കതൊരു സന്തോഷമുള്ള കാര്യമാണ്. ആദ്യമായി അങ്ങനെ ഒരു ഓഫർ നിരസിക്കാൻ ഒരാളുണ്ടായല്ലോ. മാർക്ക് തമാശയായിട്ട് ചിരിച്ചുകൊണ്ടാണ് അത് പറയുന്നെങ്കിലും ആക്ച്വലി മാർക്ക് യോങ്ജിയുടെ റിക്വസ്റ്റ് തള്ളിക്കളയുകയാണ്. മാർക്ക് ഫെല്ലറെ മരണത്തിന് മുന്നിൽ നിന്ന് രക്ഷിച്ച ആളാണ് യോങ്ജി. എന്നിട്ടും യോങ്ജിയുടെ അനുയായിയാവാൻ മാർക്ക് വിസമ്മതിക്കുകയാണ്. അത് മനസ്സിലാക്കിയ യോങ്ജി ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്നാൽ നീ നിരസിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. യോങ്ജി അങ്ങനെ പറഞ്ഞപ്പോൾ അതെന്തെന്നറിയാനുള്ള കൗതുകത്തോടെ മാർക്ക് യോങ്ജി നോക്കിയതും യോങ്ജി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്,
ഇന്നേക്ക് 15-ാം ദിവസം എന്റെ എറ്റേണൽ സിറ്റിയിൽ ഈ സദേൺ മേഖലയിലെ പ്രമുഖരെല്ലാം വരുന്നുണ്ട്. ശ്രീഹരിയും ജൂവും ഒക്കെ അന്ന് ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. മാർക്ക്, നീയും ആ മീറ്റിംഗിലേക്ക് വരണം. അത് കേട്ടതും മാർക്ക് യോങ്ജിയോട് ചോദിച്ചു, യോങ്ജി, ആ സീനിയേഴ്സ് ഒക്കെ പങ്കെടുക്കുന്ന മീറ്റിംഗിലേക്ക് ഞാൻ എങ്ങനെയാ വരിക? എനിക്ക് അതിനുള്ള എന്ത് അർഹതയുള്ളത്? ഹേ മാർക്ക്, ഈ സദേൺ പ്രൊവിൻസിൽ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് നിന്നെ പോലെ ഒരു ജീനിയസ് വരുന്നത്. ആ ജീനിയസിനെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെയാ ഇൻവൈറ്റ് ചെയ്യുക? മാർക്ക്, ഉറപ്പായി നീ വരണം. യോങ്ജിയെ അങ്ങനെ തീർത്തു പറഞ്ഞതും മാർക്ക് സമ്മതിച്ചു. 2 ആഴ്ച കഴിയുമ്പോൾ നടക്കുന്ന ആ മീറ്റിംഗിലേക്ക് എത്താമെന്ന് മാർക്ക് വാക്ക് കൊടുത്തതും യോങ്ജിയും അയാളുടെ ആ വളർത്ത മക്കളും അതിവേഗം അവിടെ നിന്ന് പിന്മാറി. മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് നേരെ പോയത് ഫീനിക്സിലേക്കാണ്. ഫീനിക്സ് റെസ്റ്റോറന്റിലെത്തിയ മാർക്കിന് തങ്ങാനുള്ള ഒരു മുറി ബ്രദർ സാഹയോട് റെഡിയാക്കാൻ ആവശ്യപ്പെട്ടു. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഭൂമുഖത്ത് നടന്ന സംഭവവികാസങ്ങളെ കുറിച്ചൊക്കെ ബ്രദർ സാഹോ എന്ന ആ ബോസ് സാഹോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിൽഡ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്ക് വന്നപ്പോൾ മാർക്കിനെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ബ്രദർ സാഹോയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ മാർക്ക് ഒന്ന് ബലം പിടിച്ചപ്പോൾ അയാൾ മാർക്കിനെ സ്വീകരിക്കുകയും മാർക്കിന് താമസിക്കാനുള്ള ഒരു മുറി അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. മാർക്ക് അവിടെ തങ്ങിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. മാർക്ക് ആ ഫീനിക്സിൽ ജോലിക്കാരനായി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ചില കാഴ്ചകൾ മാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് മെഡിസിനൽ ഹെർബ്സ് അവിടുത്തെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്നത് മാർക്ക് അന്ന് നോട്ട് ചെയ്ത കാര്യമാണ്. ആ ഹെർബ്സ് ലക്ഷ്യമിട്ടാണ് ഈ പ്രാവശ്യം മാർക്ക് അവിടെ എത്തിയത്. മാർക്ക് ബ്രദർ സാഹോയോട് പറഞ്ഞു, ഹേയ് ബോസ് സാഹോ, എനിക്ക് നിങ്ങൾ ഇവിടെയുള്ള ആ മെഡിസിനൽ ഹെർബ്സ് ഒക്കെ ഉടനെ ഹാൻഡ് ഓവർ ചെയ്യണം. എനിക്ക് ആവശ്യമുള്ള വേറെയും ചില സാധനങ്ങളുണ്ട്, ആ ലിസ്റ്റ് ഞാൻ തരാം, അതുകൂടി എനിക്ക് റെഡിയാക്കി തരണം. മാർക്ക് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനല്ലാതെ മറ്റൊന്നിനും ബ്രദർ സാഹോയ്ക്ക് പറ്റില്ല. മാർക്കിനെ അസിസ്റ്റ് ചെയ്യാനുള്ള ചുമതല ഡിൽഡയ്ക്കാണ്. ഡിൽഡ വളരെ ആവേശത്തോടു കൂടിയാണ് മാർക്കിനെ അറ്റൻഡ് ചെയ്യുന്നത്. അടുത്ത ഏകദേശം ഒരാഴ്ചയോളം സമയം മാർക്ക് ആ ഫീനിക്സിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ആ മെഡിസിനൽ ഹെർബ്സ് ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് പ്രത്യേക തരത്തിലുള്ള ഗുളികകൾ ഉണ്ടാക്കി തുടങ്ങി. 40 ഗുളികകൾ ഉണ്ടാക്കാൻ പറ്റിയാൽ മാർക്കിന് നേസന്റ് സോൾ സ്റ്റേജിൽ നിന്ന് മൈറ്റി ലെവലിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഒരു കാൽക്കുലേഷൻ മാർക്കിനുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് യഥാർത്ഥത്തിൽ മാർക്ക് അവിടെ നടത്തിയത്. മാർക്കിന് ഏകദേശം 1 ഡസനോളം ഗുളിക അവിടുത്തെ മരുന്ന് ഉണ്ടാക്കാൻ പറ്റി. മരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞതും മാർക്ക് ഡിൽഡയോടും ഫീനിക്സിലെ ബാക്കി ജീവനക്കാരോടും സാഹയോടും യാത്ര പറഞ്ഞിട്ട് ബ്ലാക്ക് ഹോക്കിൽ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു. മാർക്ക് ഇപ്പൊ ലക്ഷ്യമിടുന്നത് ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് ആണ്. ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന്റെ മുന്നിൽ ആ ഫാങ് ഫെങ്ങും സംഘവും കാണും. അവരെ ഹണ്ടിങ് ഓർഗനൈസേഷനിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്താമെന്ന് മാർക്ക് നേരത്തെ പറഞ്ഞിരുന്നതാണ്. ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി മാർക്കിന്റെ ആ ബ്ലാക്ക് ഹോക്കിൽ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് ലക്ഷ്യമാക്കി അങ്ങനെ പറക്കുകയാണ്. മാർക്ക് ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിക്കാണ് ശരിക്കും എറ്റേണൽ സിറ്റി, യോങ്ജിയുടെ ആസ്ഥാനം. ആ സിറ്റിക്ക് മുകളിലൂടെ മാർക്കിന്റെ ആ ബ്ലാക്ക് ഹോക്ക് കടന്നു പോകുമ്പോൾ താഴെ ഉണ്ടായിരുന്ന യോങ്ജിയുടെ വളർത്ത പുത്രന്മാർ യോങ്ജിയോട് പറയുകയും ചെയ്തു, ലോർഡ് യോങ്ജി, ആ മാർക്ക് ഫെല്ലറാണ് കടന്നുപോയത്. അവനെന്താ ഇവിടെ ഇറങ്ങാത്തത്? നമ്മൾ ഒരാഴ്ച മുമ്പ് അവന്റെ ജീവൻ രക്ഷിച്ചതല്ലേ ഉള്ളൂ. അത് കേട്ടതും യോങ്ജി അവരോട് പറഞ്ഞു, മാർക്ക് കൃത്യമായിട്ടും മീറ്റിംഗിന് വരും. ഇപ്പോ ഇവിടെ വരേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അവൻ വരാത്തതാണ്. കടന്നു പോകുന്ന മാർക്കിനെ അശ്രദ്ധമായി നോക്കിക്കൊണ്ട് യോങ്ജി ആ വാക്കുകൾ പറഞ്ഞപ്പോൾ യോങ്ജിയുടെ ആ വളർത്ത പുത്രന്മാർക്ക് അതിനോട് യോജിക്കാൻ ഒരു വിമിഷ്ടം. ലോർഡ് യോങ്ജി, അങ്ങ് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് അത്ര നന്ദിയൊന്നും നമ്മളോട് ഇല്ല. ആ ശൈലിയിലുള്ള സംഭാഷണം നടക്കുമ്പോൾ ഇത് അറിയാതെ മാർക്ക് ഫെല്ലർ അവിടെ നേരെ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലെത്തി. ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന് സമീപത്ത് ബ്ലാക്ക് ഹോക്കുമായി ഇറങ്ങിയ മാർക്ക് അതിവേഗം ബ്ലാക്ക് ഹോക്ക് ഒളിപ്പിച്ചതിന് ശേഷം ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന്റെ സമീപത്തെത്തി. അവിടെ മാർക്ക് എത്തുമ്പോൾ സമയം ഉച്ചയാണ്. മാർക്ക് എത്തുമ്പോൾ അവിടെ ആ കാടിനകത്ത് പോകാത്ത പലരും അവിടേക്ക് ഇരിപ്പുണ്ട്. മാർക്ക് അവരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. മാർക്കിന്റെ സുഹൃത്തായ ഫാങ് അവിടെ ഇല്ല. ഫാങ്ങിനെ കൂട്ടുകാരെയും മോ വംശക്കാര് അവിടെ എത്തി കൊല ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഫാങ്ങും ടീമുമായി മാർക്ക് ഫെല്ലർ ആ കാടിനകത്തേക്ക് കടന്ന് ആ സ്പൈഡറെ കൊല്ലുമ്പോൾ മാർക്കുമായി എതിരിട്ട ആ മോജിഷ് മോ ക്ലാനിലെ ഒരു വ്യക്തിയാണ്. മോ ക്ലാനിന്റെ തലവന്റെ മക്കളിൽ ഒരാളാണ് കൊല്ലപ്പെട്ട മോജിഷിന്റെ മരണത്തിന് കാരണക്കാരായ ആളുകളെ ഈ മോ ക്ലാൻ ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഒന്നാമൻ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലറെ തൊടാൻ അവർക്ക് ആകില്ല എന്ന് മനസ്സിലാക്കിയ ആ ടീം മാർക്കിനൊപ്പം ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആ 4 പേരെ കാടിനകത്ത് വെച്ച് വധിക്കുകയായിരുന്നു. കാര്യങ്ങൾ വ്യക്തമായതും മാർക്ക് അതിവേഗം അവിടെ നിന്ന് മോ ക്ലാൻകാരുടെ സ്ഥലത്തേക്ക് തിരിച്ചു. മോ ക്ലാൻ ഈ സദേൺ പ്രൊവിൻസിലെ വളരെ പഴക്കമുള്ള ഒരു ക്ലാനാണ്.
അവര് ഒരു പ്രത്യേക വംശമാണ്. ആ വംശത്തിന്റെ തലവൻ മോ ഹോ എന്ന് പറയുന്ന വ്യക്തിയാണ്. അയാൾക്ക് അനവധി മക്കളാണ്. അതിലൊരാളാണ് കൊല്ലപ്പെട്ട മോജിഷ്. അയാളുടെ ആ ക്ലാൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സിറ്റിക്ക് തന്നെ അവരുടെ കുടുംബ പേരാ ഉള്ളത്. മോ സിറ്റി എന്നാണ് അതിന്റെ പേര്. ആ മോ സിറ്റിയിൽ എല്ലാവരും അറിയുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് മോ ഗാംബ്ലിംഗ് സെന്റർ. അതിനെ മോ ഗാംബ്ലിംഗ് സിറ്റി എന്നും വിളിക്കാറുണ്ട്. മാർക്ക് ആ ബ്ലാക്ക് ഹോക്കിൽ എത്തിയത് മോ ഗാംബ്ലിംഗ് സിറ്റിയിലാണ്. ആ മോ ഗാംബ്ലിംഗ് സിറ്റിയുടെ ഉടമ ഈ മോ കുടുംബമാണ്. സദേൺ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനവധി ആളുകളാണ് അവിടേക്ക് ഗാംബ്ലിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി വരുന്നത്. സദേൺ മേഖല ഒരുപാട് ജനങ്ങളുള്ള മേഖലയാണ്. വൻ പണക്കാരും അതിശക്തരും ഒക്കെ ഉള്ള ആ മേഖലയിൽ ചെറുപ്പക്കാർ ഗാംബ്ലിംഗിലേക്ക് ഇറങ്ങുന്നത് ഒരു വലിയ സംഭവമൊന്നുമല്ല. ഒരുപാട് ചെറുപ്പക്കാർ ഈ മോ സിറ്റിയിലെ ആ ഗാംബ്ലിംഗ് സെന്റേഴ്സിലുണ്ട്. വെറൈറ്റി ഓഫ് ഗാംബ്ലിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. മാർക്കിന് ആകെ അറിയാവുന്നത് ആ കല്ല് നോക്കി സാധനം പ്രെഡിക്റ്റ് ചെയ്യുന്ന ഗാംബ്ലിംഗ് ആണ്. അതല്ലാതെ അനവധി ഗെയിമുകളുണ്ട്. സ്കിൽ ഗെയിമുകളും ചീട്ട് കൊണ്ടുള്ള ഗെയിമുകളും അങ്ങനെ പലതും അവിടെ ആ ഗാംബ്ലിംഗ് സെന്ററിലുണ്ട്. ഗാംബ്ലിംഗ് സെന്ററിനകത്ത് ഡാൻസ് ബാറുകളും മറ്റ് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസും ഒക്കെ നടക്കുകയാണ്. മാർക്ക് അതൊക്കെ നോക്കിക്കൊണ്ടങ്ങ് നടക്കുമ്പോൾ ഒരാൾ മാർക്കിന്റെ അടുത്തെത്തി. ഹലോ മിസ്റ്റർ മാർക്ക് ഫെല്ലർ, താങ്കളെന്താ ഇവിടെ? ഇത് ഗാംബ്ലിംഗ് സിറ്റിയല്ലേ? ഇവിടെ ആളുകൾ എന്തിനാ വരുന്നത്? മാർക്ക് അങ്ങനെ ചോദിച്ചതും ആ അപരിചിതൻ മാർക്കിനോട് പറഞ്ഞു, എന്റെ പേര് ഹാമർ എന്നാണ്. ഞാനാണ് ഈ ഗാംബ്ലിംഗ് സിറ്റിയുടെ ചുമതലക്കാരൻ. അങ്ങ് ഗാംബ്ലിംഗ് ചെയ്യാനാണ് വന്നതെങ്കിൽ ഉറപ്പായും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഞാനോട് ഒരുക്കാം. ഗാംബ്ലിംഗ് ചെയ്യുക എന്നുള്ളത് എന്റെ ലക്ഷ്യമൊന്നുമല്ല. ഞാൻ വന്നത് ഈ മോ ക്ലാന്റെ തലവൻ മോ ഹോമിനെ കാണാൻ വേണ്ടിയാണ്. അയാളെ എനിക്കൊന്ന് കാണണം. അത് കേട്ടതും ഹാമർ മാർക്കിനെ അവിടുന്ന് വിളിച്ച് ഒരു ഗാംബ്ലിംഗ് സെന്ററിന് മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് മാർക്കിനോടായി പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ ഈ വിവരം ക്ലാൻ ലീഡേഴ്സിനെ അറിയിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഹാമർ അവിടെ നിന്ന് പുറത്തിറങ്ങി അതിവേഗം മോ ക്ലാനിന്റെ ആ കൊട്ടാര സദസ്യമായ വസതിയിൽ ഓടിയെത്തി. അവന് വാഹനം ഒതുക്കി അതിവേഗം ആ കൊട്ടാരത്തിനകത്തേക്ക് ഓടിക്കയറുമ്പോൾ അവനെ കണ്ട ആളുകളൊക്കെ അവനോട് ചോദിക്കണം, എന്താ എനിക്ക് ലോർഡ് മോയെ ഇപ്പൊ കാണണം. അത് പറ്റത്തില്ല, അദ്ദേഹം കൾട്ടിവേഷനിലാണ്. അങ്ങനെ ഹാമറെ തടുത്ത ലേഡി ഹാമറോട് പറഞ്ഞതും ഹാമർ ആ ലേഡിയോട് പറഞ്ഞു, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, മാർക്ക് ഫെല്ലർ കാത്തു നിൽക്കുന്നുവെന്ന് അദ്ദേഹത്തോട് നിങ്ങൾ തന്നെ പറ. മാർക്ക് ഫെല്ലർ എന്ന് കേട്ടപ്പോ ആ സ്ത്രീ ഒന്ന് പതറി. അവർ ഹാമറെ വിളിച്ചുകൊണ്ട് അതിവേഗം ആ ബിൽഡിങ്ങിനകത്തേക്ക് നടന്നു. ആ ബിൽഡിങ്ങിനകത്ത് വളരെ ശാന്തമായ ഒരു പ്ലേസിൽ ഒരു തുറസായ മരത്തിനടുത്തായി നല്ല പൊക്കമുള്ള ലേശ പ്രായമുള്ള ഒരു മനുഷ്യൻ ചമ്രം പണിഞ്ഞിരിക്കുകയാണ്. അയാൾ കണ്ണടച്ചിരിക്കുകയാണ്. ശരിക്കും അയാളുടെ കൾട്ടിവേഷൻ ആക്ടിവിറ്റിയിൽ മുഴുകിയിരിക്കുകയാണെന്ന് ഒറ്റനോട്ട് തന്നെ വ്യക്തമാണ്. ആ സമയത്ത് അയാളെ ആരും ശല്യം ചെയ്യാൻ പാടുള്ളതല്ല. അത് ആ കൊട്ടാരത്തിലെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതറിയാവുന്ന ആ ലേഡി ഓടി വന്ന് അല്പം ദൂരെ മാറി നിന്ന് ആ മനുഷ്യനോട് പറഞ്ഞു, ലോർഡ്, ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. അവർ 2 തവണ അത് ആവർത്തിച്ചതും ആ മനുഷ്യൻ കണ്ണു തുറന്നു. അയാൾ ആ ലേഡി നോക്കിയിട്ട് ശരിക്കും അലറുകയാണ്. ഞാൻ കൾട്ടിവേറ്റ് ചെയ്യുമ്പോ എന്നെ ശല്യം ചെയ്തെന്ന് അറിയില്ലേ? ലോർഡ്, മാർക്ക് ഫെല്ലർ എത്തിയിരിക്കുന്നു. മാർക്ക് ഫെല്ലർ എന്ന് കേട്ടതും ആ മനുഷ്യൻ ചാടി എണീറ്റു. മാർക്ക് ഫെല്ലറോ? അവനെന്താ ഇവിടെ വന്നേ? അതിന് മറുപടി പറഞ്ഞത് ഹാമറാണ്. ലോർഡ്, അയാള് ആ ഗാംബ്ലിംഗ് സിറ്റിയിൽ ഇരിക്കുകയാണ്. ലോർഡ് മോയുടെ ഒരു മകനെയാണ് മാർക്ക് ഫെല്ലർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ ഗ്രീൻ ബ്ലോക്ക് ഫോറസ്റ്റ് വെച്ച് കൊന്നത്. അതറിയാവുന്ന ലോർഡ് മോ ഒരു നിമിഷം നിശബ്ദനായി നിന്നതിന് ശേഷം ഹാമറോട് പറഞ്ഞു, ഹാമർ, അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഒരു കാരണവശാലും അവനെ പ്രകോപിപ്പിക്കരുത്. അവന്റെ എല്ലാ ചെലവുകളും നമ്മുടെ കുടുംബ അക്കൗണ്ടിൽ ചേർത്ത് അവനെ ഫ്രീ ആയി കളിക്കാൻ അനുവദിക്കുക. അത് കേട്ട ഹാമറും ആ ലേഡിയും അത്ഭുതത്തോടെ മുഖത്തോട് പോയി നോക്കി പോവുകയാണ്. മകനെ കൊന്ന വ്യക്തിക്ക് ഇത്രയും ഇളവുകൾ ലോർഡ് മോ കൊടുക്കുമെന്ന് അവരാരും കരുതിയിരുന്നില്ല. ഹാമർ അമ്പരപ്പോടെ ലോർഡ് മോയെ നോക്കുന്നുണ്ടതും ലോർഡ് മോ ഹാമറോട് ചോദിച്ചു, എന്താ നീ നിൽക്കുന്ന? കേൾക്കേണ്ട ദിവസം ഹാമറും ആ ലേഡിയും അതിവേഗം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് പോകുമ്പോൾ ആ ലേഡി ഹാമറോട് പറയുകയും ചെയ്തു, ഹാമർ, എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ലോർഡ് ആ മാർക്ക് ഫെല്ലറോട് ക്ഷമിച്ചു. ഹാമറും ശരിക്കും അമ്പരപ്പിലാണ്. അവൻ ആ ലേഡിയോട് പറഞ്ഞു, എനിക്കും അറിയില്ല, എന്തായാലും ലോർഡ് പറഞ്ഞതുപോലെ ഞാൻ കാര്യങ്ങൾ ചെയ്യാം. അവൻ മാർക്ക് ഫെല്ലറുടെ അടുത്തെത്തി മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക്, ഇവിടെ ഒരുപാട് രസകരമായ ഗെയിമുകളുണ്ട്. മാർക്ക്, ആ ഗെയിം ഏതെങ്കിലും കളിക്കുന്നു? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ ലോർഡ് മോയോട് ഇവിടെ വരാൻ പറയാൻ. മാർക്ക്, ലോർഡ് മോ ഇപ്പോ സ്ഥലത്തില്ല, അദ്ദേഹം കുറച്ച് തിരക്കിലാണ്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വരും. മാർക്ക്, അതുവരെ നിങ്ങൾക്ക് ഇവിടെയുള്ള എന്റർടൈൻമെന്റ് ആക്ടിവിറ്റികളിൽ ഒന്ന് പങ്കെടുത്തൂടെ? ഒരു രസമല്ല ഇതൊക്കെ? അത് കേട്ടതും മാർക്ക് ഫെല്ലർ അയാളോട് പറഞ്ഞു, നോക്ക്, ഇപ്പോ അത്തരം ആക്ടിവിറ്റികളിൽ ഇടപെടാനോ പ്രാക്ടീസ് ചെയ്യാനോ ഗെയിം കളിക്കാനോ ഉള്ള മാനസിക അവസ്ഥയിലല്ല ഞാൻ. എനിക്ക് ഉടൻ തന്നെ
ഈ ലോർഡ് മോയെ കാണണം. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും നല്ല മുഴക്കമുള്ള ഒരു ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ഏയ്, ആരാ അവിടെ സംസാരിക്കുന്നത്? ആർക്കാ ലോർഡ് മോയെ കാണേണ്ടത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് കടന്നു വന്നു. ആ കടന്നു വന്ന ചെറുപ്പക്കാരൻ അല്പം മുന്നോട്ട് വന്നപ്പോൾ തന്നെ അവൻ മാർക്ക് ഫെല്ലറെ കണ്ടു. മാർക്ക് ഫെല്ലറെ കണ്ടതും അവൻ ഉറക്കെ പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നീ എന്താ ഇവിടെ? ആ ചോദ്യം കേട്ടതും മാർക്ക് അവനോട് ചോദിച്ചു, ഏയ് താൻ ആരാ? ആ ചോദ്യത്തിന് ശരിക്കും മറുപടി ഒരു ചിരിയായിരുന്നു. അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല അല്ലേ? ഞാൻ ഈ മോ ക്ലാനിന്റെ തലവൻ ലോർഡ് മോയുടെ മൂത്ത പുത്രനാണ്. എന്റെ പേര് മോ ഹാൻസ്. മാർക്ക്, നീ എന്റെ അനുജനെ കൊന്നു. ഞാൻ അതിന് പ്രതികാരം ചെയ്യാനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഒരുപാടായി. നിന്നെ ഞാൻ പല സ്ഥലത്തും തിരക്കിയിരുന്നു, നിന്നെ കണ്ടുകിട്ടിയില്ല. ഇപ്പോഴാണ് എനിക്ക് നിന്നെ കാണാൻ പറ്റിയത്. മാർക്ക്, എനിക്കറിയാം നീ ശക്തനാണെന്ന്. നിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കും ഒന്ന് അറിയണം. മാർക്ക്, നമുക്ക് ഒന്ന് ഫൈറ്റ് ചെയ്യാം. അത് കേട്ടതും മാർക്ക് ഫെല്ലർ അവനോട് പറഞ്ഞു, ഏയ് ഹാൻസ്, നിനക്ക് നഷ്ടമായത് നിന്റെ അനുജനെയാണ്. എനിക്ക് നഷ്ടമായത് എന്റെ കൂടപ്പുറപ്പായി ഞാൻ കരുതിയ എന്റെ സുഹൃത്തുക്കളെയാണ്. ആ സുഹൃത്തുക്കളുടെ മരണം നീ മുഖാന്തരമാണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ ഈ വെല്ലുവിളി ഞാനും ഏറ്റെടുക്കുകയാണ്. അത് കേട്ടതും മോ ഹാൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് കടക്കാം. പുറത്ത് വനത്തിനടുത്ത് വിശാലമായ സ്ഥലമുണ്ട്. അവിടെ വെച്ച് നമുക്ക് പരസ്പരം ഏറ്റുമുട്ടാം. ഇവിടെ നമ്മൾ ഏറ്റുമുട്ടിയാൽ അത് ഒരുപാട് നിരപരാധികളുടെ ജീവനെ ബാധിക്കും. മാർക്കിനും ആ തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻസിനെ ഫോളോ ചെയ്ത് മാർക്കും ആ വനത്തിന് സമീപത്തുള്ള തുറസായ സ്ഥലത്തേക്ക് എത്തി. മാർക്ക് ഫെല്ലറും മോ ഹാൻസും കൂടി ആ തുറസായ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫൈറ്റ് കാണാനായി ആളുകളേക്ക് അവരെ ഫോളോ ചെയ്യുകയാണ്. അല്പസമയം കഴിഞ്ഞതും ആ എൻ്റെ ടീമും ആ തുറസായ പ്ലേസിലെത്തി. ഒരുപാട് ആളുകൾ കണ്ടു നിൽക്കുമ്പോൾ ഫൈറ്റ് ചെയ്യാൻ രണ്ട് പാർട്ടികൾക്കും വല്ലാത്തൊരു ആവേശമാണ്. ഫൈറ്റ് കാണാനായി വന്നു നിൽക്കുന്ന ആളുകളെ മുഴുവൻ ഒന്ന് കണ്ണുകൊണ്ട് സ്കാൻ ചെയ്തിട്ട് മോ ഹാൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും ശക്തനാണെന്നൊരു ധാരണ ഇപ്പോ പലയിടത്തും പരന്നിട്ടുണ്ട്. ആ ധാരണ ആളുകളുടെ മനസ്സിൽ ഉണ്ടാകാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്ന്, ഞങ്ങളെപ്പോലുള്ള ശക്തരുമായി നീ ഏറ്റുമുട്ടാത്തതാണ്. മാർക്ക്, ആളുകളുടെ മനസ്സിലെ ധാരണയ്ക്ക് മാറ്റം വരുത്താനുള്ള സമയമായി. നിന്നെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് നിൽപ്പിൽ മോ ഹാൻസ് ഒരൊറ്റ ഇടി. ആ ഇടി ശരിക്കും പവർഫുൾ ആണ്. മാർക്കിന്റെ അടുത്ത് പോലും എത്താതെ മാർക്കിൽ നിന്ന് ഏകദേശം ഒരു 10-40 അടി ദൂരത്ത് നിന്നുകൊണ്ടാണ് മോ ഹാൻസ് മാർക്കിനെ ഇടിക്കുന്നത്. അവനെ വായുവിലേക്ക് ആഞ്ഞിടിച്ചതും ആ വായു ഒന്ന് ചലിച്ചു. വളരെ കൂളായിട്ടാണ് അവൻ ഇടിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഇടി ആ വായുവിൽ വല്ലാത്തൊരു തരംഗം ഉണ്ടാക്കി. വായു പെട്ടെന്ന് ഒരു കാറ്റായി മാറി. ആ കാറ്റ് അതിവേഗതയിൽ ഒരു ലക്ഷ്യം കണ്ടുപിടിക്കുകയാണ്. ആ ലക്ഷ്യം സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. ശക്തമായ ആ കാറ്റ് കൊടുങ്കാറ്റിന്റെ വേഗതയിൽ, കൊടുങ്കാറ്റിന്റെ പവറിൽ മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ മാർക്ക് ശരിക്കും മോ ഹാൻസിനെ നന്നായിട്ടൊന്ന് അളന്നു. മാർക്ക് ഉറക്കെ അവനോട് വിളിച്ചു പറഞ്ഞു, മോ ഹാൻസ്, നീ ചെറുപ്പമാണ്. ഈ ടെക്നിക്ക് നീ ഇത്ര ചെറുപ്പത്തിലെ പഠിച്ചത് നിന്റെ ടാലന്റിനെ വെളിവാക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് കൈ ഉയർത്തൊരൊറ്റ ഇടി. മാർക്കിന്റെ കൈ സൃഷ്ടിച്ച ആ കാറ്റ് മോ ഹാൻസിന്റെ കാറ്റുമായി ചേർന്നതും അത് അങ്ങ് ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. മാർക്ക് കൗതുകത്തോടെ മോ ഹാൻസിനെ തന്നെ നോക്കുകയാണ്. മോ ഹാൻസ് ഒന്ന് ചിരിച്ചു. മാർക്ക്, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നീ അതിനെ ന്യൂട്രലൈസ് ചെയ്തു. മാർക്ക്, ഇതൊന്നും നോക്കിയേ. പറഞ്ഞു തരും മുമ്പേ അവൻ ഇടത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് വായുവിലിടിച്ചു. ഇപ്പോ ആ വായുവിൽ ശരിക്കും രസകരമായ ഒരു മാറ്റം ഉണ്ടായി. നേരത്തെ ഒരു കുഴല് പോലെ കാറ്റ് മുന്നോട്ട് പാഞ്ഞു വന്നെങ്കിൽ ഇപ്പോ അവന്റെ ഇടം കൈ കൊണ്ടുള്ള പഞ്ച് അവിടെ ഒരു ചുരുൾ നിർമ്മിച്ചു എന്ന് പറയാം. കൃത്യമായിട്ട് ഒരു ചുഴലി ഉണ്ടാവുകയാണ്. ആ ചുഴലി ചെറുതായിട്ടാണ് ആ കൈയുടെ അടുത്ത് ഉണ്ടായത്. പക്ഷെ ആ ചുഴലിയുടെ അളവ് ക്രമേണ വർദ്ധിച്ചു തുടങ്ങി. അതിവേഗതയിൽ ആ ചുഴലി മുന്നോട്ട് വരുമ്പോൾ അതിശക്തമായ ഒരു ചുഴലിയായി അത് മാറുകയാണ്. ആ ചുഴലിയാണ് മാർക്കിനെതിരെ പാഞ്ഞു വരുന്നത്. എൻറ്റയർ മേഖലയിൽ നിന്നും വായുവിനെ വലിച്ചെടുത്ത് അത് അങ്ങനെ കറങ്ങുമ്പോൾ ആ കറക്കത്തിൽ താഴെ വീണ് കിടക്കുന്ന കരിയിലെയും മണ്ണും എന്ന് വേണ്ട സകലതും പെടുകയാണ്. പതുക്കെ ആ ചുഴലിയുടെ വലിപ്പം അങ്ങനെ കൂടി വരുമ്പോൾ ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു വലിയ കൊടുങ്കാറ്റ് ഇങ്ങനെ രൂപം കൊള്ളുകയാണ്. ആ കൊടുങ്കാറ്റ് ശുദ്ധ ശൂന്യതയിൽ സൃഷ്ടിക്കാൻ മോ ഹാൻസിന് കഴിഞ്ഞതിലുള്ള ആ ഒരു അമ്പരപ്പ് മാർക്കിന്റെ മുഖത്തുണ്ട്. പക്ഷെ ആ അമ്പരപ്പ് മാർക്കിന് ഏതാനും സെക്കൻഡുകളെ ഉണ്ടായിരുന്നുള്ളൂ. മാർക്ക് കൈ ഒന്ന് നിവർത്തി ഒരൊറ്റയാടി. സ്വാഭാവികമായിട്ടും അവിടെ സൃഷ്ടിക്കപ്പെട്ട ഒരു കാറ്റാണ്. ആ കാറ്റ് ആ ചുരുളുടെ മുഖത്താണ് അടിക്കുന്നത്.
സ്വാഭാവികമായിട്ട് അതിന്റെ കേന്ദ്രം തകർന്നു. ആ ചുള്ളി ചെറിയ കഷ്ണങ്ങളായി ചിതറുകയും ചെയ്തു. ഇപ്പോഴും ഒരു പുഞ്ചിരി മോ ഹാൻസിന്റെ ചുണ്ടുകളിലും മുഖത്തും നമുക്ക് വായിക്കാം. മോ ഹാൻസ് ചിരിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഒന്ന് ജമ്പ് ചെയ്തു. ഇതുവരെ തറയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത മോ ഹാൻസ് ആകാശത്തെത്തിയതും അവന്റെ ഇരു കൈകളിൽ നിന്നും പ്രകാശം മാർക്കിന് നേരെ വന്നു. ആ പ്രകാശം താഴേക്ക് വരുന്തോറും അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറുകയാണ്. താഴേക്ക് വരുന്ന ആ പ്രകാശത്തിന് അതിശക്തരായ പക്ഷികളുടെ രൂപം അതിവേഗമാണ് ഉണ്ടാകുന്നത്. അനവധി പക്ഷികൾ അതിവേഗതയിൽ മാർക്കിന് നേരെ പാഞ്ഞു വരികയാണ്. ആ പക്ഷികളുടെ സകലരുടെ ശ്രദ്ധ മാർക്ക് ഫെല്ലർ എന്ന ആ വ്യക്തിയാണ്. മാർക്ക് പെട്ടെന്ന് മാർക്കിന്റെ ബോഡി ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് സെയിൻറ്റ്ലി ബോഡി ടെക്നിക് 3rd ലെവലിലേക്ക് എത്തിച്ചു. ബോഡിയിൽ ഒരു ആക്രമണം നടന്നാൽ അതിനെ തടുത്തു നിർത്താനുള്ള കപ്പാസിറ്റി ബോഡിക്ക് കൊടുത്തതിനു ശേഷം മാർക്ക് ഫെല്ലർ കൈ ഒന്ന് നിവർത്തി ഒരൊറ്റ ഇടി. മാർക്കിന്റെ ആ കൈ കൊണ്ടുള്ള ഇടിയിൽ മാർക്കിന് നേരെ പാഞ്ഞു വന്ന ആ ഡ്രാഗണുകൾ, ആ പക്ഷികൾ, ആ പരുന്തുകൾ ഒക്കെ ആ നിമിഷം തന്നെ ചിതറി. ശരിക്കും ഇതെല്ലാം ഒരു ഇല്യൂഷനാണ്. ആ ഇല്യൂഷന്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് പ്രഹരമേൽപ്പിക്കുന്നിടത്താണ് എതിരാളിയുടെ വിജയം ഇരിക്കുന്നത്. മാർക്ക് വളരെ വ്യക്തമായിട്ട് ആ കേന്ദ്രബിന്ദു ഐഡന്റിഫൈ ചെയ്ത് അവിടേക്ക് ആഞ്ഞിടിച്ചതുകൊണ്ടാണ് മാർക്കിന് ആ ഇല്യൂഷൻ പൊളിക്കാൻ പറ്റിയത്. അത് കണ്ടതും മോ ഹാൻസിന്റെ ചുണ്ടിൽ പിന്നെയും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഹേയ് മാർക്ക്, നിന്നെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ടെന്ന് എനിക്കും മനസ്സിലാവുകയാണ്. മാർക്ക്, കൺഗ്രാറ്റുലേഷൻ. എതിരാളിയായ ആ മോ ഹാൻസ് വളരെ ശാന്തമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഫൈറ്റ് ചെയ്യുമ്പോഴും അവൻ കാണിക്കുന്ന ആ വല്ലാത്ത ശാന്തത മാർക്കിനെയും ശരിക്കും അമ്പരപ്പിച്ചിട്ടുണ്ട്. മാർക്ക്, ഹാൻസ്, നീ ശരിക്കും ഒരു ജീനിയസ് ആണ്. നിന്നെപ്പോലൊരു ജീനിയസ് ഇന്നിവിടെ ഇങ്ങനെ അവസാനിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ പെട്ടെന്ന് 5th ലെവൽ ബാറ്റിൽ ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. ആ നിമിഷത്തിൽ മാർക്കിന്റെ ശക്തി വൻതോതിൽ അങ്ങ് വർദ്ധിച്ചു. ആ ശക്തി വൻതോതിൽ വർദ്ധിച്ചതും മാർക്കിന് ചുറ്റുമായി ഒരു വല്ലാത്ത ഓറയുണ്ടായി. മാർക്ക് ആ ഓറ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. ഹാമർ മോ ഹാൻസും മാർക്ക് ഫെല്ലറും തമ്മിൽ ഏറ്റുമുട്ടാനായി ആ വനത്തിന് സമീപത്തുള്ള തുറസായ സ്ഥലത്തേക്ക് പോയി എന്നുള്ള കാര്യം ഇതിനിടയിൽ മോഹോയ്ക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വിവരം പറഞ്ഞ മോഹോ അവിടെ നിന്ന് ആ ഫൈറ്റ് നടക്കുന്ന ഭാഗത്തേക്ക് കുതിച്ചു പാഞ്ഞു വരികയാണ്. അതിശക്തമായ ഒരു ഇന്റേണൽ എനർജി ആ യുദ്ധം നടക്കുന്ന ഭാഗത്തേക്ക് പാഞ്ഞു വരുന്നത് ഐഡന്റിഫൈ ചെയ്ത മാർക്ക് ആ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. മാർക്കിന്റെ എൻറ്റയർ ഓറയും പെട്ടെന്നങ്ങ് കൂടിയതും മോ ഹാൻസിന്റെ കണ്ണുകളിൽ ആദ്യമായി ഒരു ഭയമുണ്ടായി. അവൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തനാണ് മാർക്ക് ഫെല്ലർ എന്ന് ആ നിമിഷത്തിൽ അവന് ബോധ്യമാവുകയാണ്. പക്ഷെ ആ ഭയം അവന്റെ കണ്ണുകളിൽ ഒരേ ഒരു നിമിഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക്, ഇതൊന്നും കാണിച്ച് എന്നെ വിരട്ടാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് കുതിക്കുന്നതും മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിക്കുന്നതും ഒരേ നിമിഷത്തിലാണ്. മുന്നോട്ട് കുതിച്ച മാർക്ക് ആബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഇടി. മാർക്കിന്റെ ഇടി ആ മോ ഹാൻസിന്റെ സകല പ്രതിരോധങ്ങളെ തകർത്തുകൊണ്ട് അവന്റെ നെഞ്ച് പൊളിച്ചടുക്കി. നെഞ്ചു മാത്രമല്ല, അവനെന്ന ആ വ്യക്തി തന്നെ അവിടെ അവസാനിച്ചു. ആ വ്യക്തി ചെറു കഷ്ണങ്ങളായി, കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തത്ര ചെറുതായി ചിതറിത്തെറിക്കുമ്പോഴേക്കും മോഹോ ഓടിയെത്തിയിരുന്നു. മോഹോ മാർക്കിന്റെ കൈ ആ മോ ഹാൻസിന്റെ പുറത്തു പതിക്കുന്ന രംഗം കണ്ടിരുന്നു. അയാൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ അയാളുടെ ആ മൂത്ത മകൻ മോ ഹാൻസ് ശരിക്കും പ്രകൃതിയിൽ അങ്ങ് ലയിച്ച് ചേർന്നു എന്ന് പറയാം. മാർക്ക് തന്നെ സമീപിക്കുന്ന ആ ഇന്റേണൽ എനർജി കൃത്യമായും ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് അതിവേഗം ആ പഞ്ച് ഉതിർത്തത്. മാർക്കിന്റെ ആബ്സല്യൂട്ട് സേക്രഡ് ഫിസ്റ്റിനെ തടുക്കാൻ ആ മോ ഹാൻസിന് കഴിയില്ലെന്ന് മാർക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. മാർക്ക് തറയിൽ ലാൻഡ് ചെയ്തപ്പോൾ മോഹോ കണ്ണടച്ച് നിൽക്കുകയാണ്. കണ്ണുകൾ അടച്ചു നിൽക്കുന്ന മോഹോയോടായി മാർക്ക് പറഞ്ഞു, സോറി മിസ്റ്റർ മോഹോ, നിങ്ങളുടെ മകനെ കൊല്ലണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. നിങ്ങളുടെ ഇളയ മകൻ എന്റെ കൈയാൽ കൊല്ലപ്പെട്ടത് അവന്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്. അവൻ ശരിക്കും തല്ല് ചോദിച്ചു വാങ്ങുകയായിരുന്നു. ഇപ്പോ നിങ്ങളുടെ മൂത്ത മകനും അത് തന്നെയാ ചെയ്തത്. അവർ രണ്ടുപേരും എന്നെ വെല്ലുവിളിച്ച് എന്നെ കൊണ്ട് അവരെ തല്ലിക്കുകയായിരുന്നു. മിസ്റ്റർ മോ, താങ്കളുടെ മക്കളുടെ മരണത്തിൽ ശരിക്കും എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, എന്നെ ശിക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോ നമുക്ക് അതിവിടെ തീർക്കുകയും ചെയ്യാം. മാർക്ക് പറഞ്ഞു വരുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. ലോർഡ് മോയ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇപ്പൊ മാർക്കിനെ എതിരിടാം. അത് കേട്ടതും ലോർഡ് മോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കുണ്ടായ നഷ്ടം എന്റെ സ്വകാര്യ നഷ്ടമാണ്. അതിനെ ഈ ക്ലാനിന്റെ മുകളിൽ വെച്ച് കെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാർക്ക്, നമുക്ക് ഇവിടെ വെച്ച് ആ വഴക്ക് അവസാനിപ്പിക്കും. മാർക്ക് ഫെല്ലറുമായി മോഹോ ഏറ്റുമുട്ടുകയാണെങ്കിൽ
അയാളും കൊല്ലപ്പെടുമെന്ന് അയാൾക്ക് 100% ഉറപ്പാണ്. മാർക്ക് അതിശക്തനാണ് എന്നുള്ളത് മാത്രമല്ല കാരണം, മാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആ ലോങ് ഈയും ഉണ്ട്, ജൂ ഉണ്ട്. രണ്ടുപേരെയും ഈ സദേൺ പ്രൊവിൻസിൽ ഭയപ്പെട്ടേ പറ്റൂ. സദേൺ പ്രൊവിൻസിലെ വട്ടന്മാരെന്ന് സകലരും വിളിക്കുന്ന രണ്ടാളുകളാണ് ഈ ലോങ് ഈയും ജൂ. അത് അറിയാവുന്ന മോ പെട്ടെന്ന് ആ വിഷയം അങ്ങ് ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അത് മനസ്സിലാക്കിയിട്ടാണോ അല്ലെന്ന് അറിയില്ല. മാർക്ക് ഫെല്ലർ മോയോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ യാത്രയാകും. മോയെ എതിരിടാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ അവിടെ എത്തിയത്. പക്ഷേ മോയുടെ മകനെ കൊന്നതുവഴി സുഹൃത്തുക്കളുടെ ആ മരണത്തിന് പ്രതികാരം ചെയ്യാൻ മാർക്കിന് പറ്റി. മാർക്ക് അവിടെ നിന്ന് നേരെ പോയത് ഹണ്ടിങ് ഓർഗനൈസേഷനിലാണ്. ഹണ്ടിങ് ഓർഗനൈസേഷന്റെ റിസപ്ഷനിൽ മാർക്ക് എത്തുമ്പോൾ അവിടെ ഇരുന്ന ചെറുപ്പക്കാരൻ അമ്പരപ്പോടെ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ ആ ജിൻസിനെയും കമാൻഡർ ഗവിനെയും കാണാൻ വന്നതാണ്. അവരെവിടെ? മാർക്ക്, അവർക്ക് രണ്ടുപേർക്കും പഴയ അധികാരമൊന്നും ഇവിടെ ഇല്ല. ഇപ്പൊ അവർ രണ്ടുപേരും വനത്തിലോട്ട് പോയിരിക്കുകയാണ്. മാർക്ക്, പിന്നെ ലീഡർ സഹീറും ഇവിടെ ഇല്ല. സഹീറോടെ പോയി? മാർക്ക്, ലീഡർ സഹീർ എറ്റേണൽ സിറ്റിയിലേക്ക് പോയിരിക്കുകയാണ്. എറ്റേണൽ സിറ്റിയിലേക്കോ? എന്തിന്? അവിടെ ലോർഡ് യോങ്ങി ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുക്കാനെന്ന് പറഞ്ഞാണ് ലീഡർ സഹീർ പോയത്. ഹണ്ടിങ് ഓർഗനൈസേഷനിൽ ആ റിസപ്ഷനിലെ പയ്യൻ പറഞ്ഞപ്പോഴാണ് മാർക്ക് അക്കാര്യം ആലോചിക്കുന്നത്. യോങ്ജിയുടെ ആ എറ്റേണൽ സിറ്റിയിൽ മാർക്ക് ചെല്ലണമെന്ന് യോങ്ജി മാർക്കിനെ രക്ഷിച്ച ആ സമയത്ത് പറഞ്ഞതാണ്. ആ കാര്യം ഓർമ്മയിൽ വന്ന മാർക്ക് അപ്പോഴാണ് ഒരു കാര്യം കൂടി ഓർക്കുന്നത്. എറ്റേണൽ സിറ്റിയിൽ എത്താനുള്ള ഡേറ്റ് ആയിരിക്കുകയാണ്. മാർക്ക് ഉടൻ തന്നെ അവിടെ നിന്ന് മാർക്കിന്റെ ആ ബ്ലാക്ക് ഹോക്കിൽ എറ്റേണൽ സിറ്റി ലക്ഷ്യമാക്കി തിരിച്ചു. മാർക്ക് യോങ്ജിയുടെ എറ്റേണൽ സിറ്റിയുടെ മുകളിൽ എത്തുമ്പോൾ താഴോട്ട് നോക്കിയ മാർക്കിന് ശരിക്കും രസകരമായ കാഴ്ചകളായി കാണാൻ പറ്റുന്നത്. അതിമനോഹരമാണ് യോങ്ജിയുടെ ആ എറ്റേണൽ സിറ്റി. യോങ്ജിയുടെ എറ്റേണൽ സിറ്റിയെ സാധാരണ ആളുകൾ വിളിക്കുക യോങ്ജി സിറ്റി എന്നാണ്. ആ യോങ്ജി സിറ്റി ഒരു മലയുമായി കണക്ട് ചെയ്താ നിൽക്കുന്നത്. ആ മലയുടെ മുകളിലാണ് യോങ്ജിയുടെ ആ പാലസ്. ആ മലയുടെ മുകളിൽ വന്നിറങ്ങിയ മാർക്കിനെ ആദ്യം അതിശയപ്പെടുത്തിയത് അവിടെയുള്ള ആ സ്പിരിച്വൽ എനർജിയാണ്. നല്ല കട്ടിക്ക് മേഘങ്ങൾ പോലെ സ്പിരിച്വൽ എനർജി അവിടെ ഉണ്ട്. അവിടെ അതിമനോഹരമായ ഫലങ്ങൾ നൽകുന്ന അനവധി വൃക്ഷങ്ങളും നന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൂക്കളും പൂന്തോട്ടവും ഒക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്ന് പോകും. ആ ശൈലിയിലാണ് ആ മല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ മലയുടെ ഒത്ത നടക്കായിട്ടാണ് യോങ്ജിയുടെ ആ പാലസ് സ്ഥിതി ചെയ്യുന്നത്. മാർക്ക് അതിവേഗം പാലസിന്റെ മുന്നിലെത്തി. മാർക്കിനെ കണ്ടതും അവിടെയുള്ള കാവൽക്കാർ മാർക്കിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. അകത്തെ ഹാളിലേക്ക് മാർക്ക് കടക്കുമ്പോൾ തന്നെ മാർക്ക് ആ കാഴ്ച കണ്ടു. അകത്ത് ഒരുപാട് ആളുകൾ എത്തിയിരിക്കുകയാണ്. മാർക്കിന് ഒരു പരിചയമില്ലാത്ത ആളുകളുടെ ഒരു വൻ നിര അകത്തുണ്ട്. അവർക്ക് പുറമെയാണ് യോങ്ജിയുടെ ആ വളർത്ത് മക്കൾ. മാർക്ക് എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് അറിയാനായി ചുറ്റും നോക്കുമ്പോൾ മാർക്കിന്റെ അടുത്തേക്ക് സാക്ഷാൽ യോങ്ജി എത്തി. ഹേയ് മാർക്ക് ഫെല്ലർ, നീ അവസാനം എത്തിയല്ലേ? സീനിയർ യോങ്ജി, അങ്ങ് എന്നെ കാര്യമായി ക്ഷണിച്ചതല്ലേ? അപ്പൊ പിന്നെ ഞാനും വരണ്ടേ? ആ മാർക്ക്, എന്തായാലും നന്നായി. മാർക്ക്, നീ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത്. എന്താ നിന്റെ അഭിപ്രായം ഈ സ്ഥലത്തെക്കുറിച്ച്? സീനിയർ, ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ അത് തീർത്തും ചെറിയൊരു വാക്കാവും. ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഏയ് മാർക്ക്, എന്നാ പിന്നെ നിനക്ക് എന്നോടൊപ്പം കൂടി ഇവിടെ നിന്ന് കൾട്ടിവേറ്റ് ചെയ്തൂടെ? സീനിയർ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങയോട് പറഞ്ഞതല്ലേ, എനിക്ക് ഫ്രീ ബേഡായിട്ട് ഓടി നടക്കാനാണ് ഇഷ്ടം. അങ്ങയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവിടെ വരാലോ. മാർക്ക് വളരെ ഡിപ്ലോമാറ്റിക് ശൈലിയിലാണ് ഉത്തരം പറഞ്ഞത്. അത് കേട്ടതും യോങ്ജി ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, എന്തായാലും നിന്റെ മറുപടി എനിക്ക് ഇഷ്ടമായി. അത് കേട്ടതും മാർക്ക് യോങ്ജിയോട് ചോദിച്ചു, അല്ല സീനിയർ, എന്താ ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം? മാർക്ക്, അതൊക്കെ നിനക്ക് അതിന്റെ സമയമാവുമ്പോൾ മനസ്സിലാവും. നീ തൽക്കാലം എൻജോയ് ചെയ്യാൻ നോക്ക്. ഞാൻ മറ്റുള്ള ആളുകളെ കൂടി ഇൻവൈറ്റ് ചെയ്യട്ടെ. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്വീകരിക്കാനായി വരുന്ന ആളുകളുടെ അടുത്തെല്ലാം യോങ്ജി ചെല്ലുന്നുണ്ട്. മാർക്കിന്റെ അടുത്തുനിന്ന് യോങ്ജി മറ്റൊരാളുടെ അടുത്തേക്ക് നീങ്ങുന്നതും മാർക്ക് ആ ഹാളിനകത്തേക്ക് നടന്നു. അതിവിശാലമായ ആ ഹാളിൽ ഭക്ഷണ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഒഴിഞ്ഞ ടേബിള് ലക്ഷ്യമാക്കിയാണ് മാർക്ക് നടന്നത്. മാർക്ക് വേറെ ആരെയും നോക്കാതെ അവിടെയുള്ള ഭക്ഷണം എടുത്ത് കഴിച്ചു തുടങ്ങി. രുചികരമായ ഭക്ഷണത്തിന്റെ വൻ ശേഖരം തന്നെയാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സദേൺ മേഖലയിലെ മിടുക്കരെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന യോങ്ജി അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് അർത്ഥം. മാർക്ക് ഭക്ഷണം കഴിക്കുന്നിടയിലും അവിടേക്ക് വരുന്ന ആളുകളേക്ക് ശ്രദ്ധിക്കുകയാണ്. മാർക്കിന് ഒരു പരിചയമില്ലാത്ത ഒരുപാട് ആളുകളാണ് അവിടേക്ക് വരുന്നത്. അവിടെ വരുന്ന ആളുകൾ ചിലരൊക്കെ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മാർക്കിനെ കാണുകയും മാർക്കിനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്.
ആ ഭാഗം അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ മാർക്ക് ഭക്ഷണം കഴിച്ചു. മാർക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ആ ഓഡിയൻസിന്റെ ഭാഗത്തേക്ക് നടക്കുമ്പോഴാണ് നല്ല പരിചയമുള്ള ഒരു മുഖം മാർക്ക് കാണുന്നത്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഫസ്റ്റ് എൽഡറാണ്. ഫസ്റ്റ് എൽഡറും മാർക്കിനെ കണ്ടു. അയാൾ ഉടൻ മാർക്കിന് അടുത്തേക്ക് വന്നു. മാർക്ക്, നീ എന്താ ഇവിടെ? ഫസ്റ്റ് എൽഡർ, നിങ്ങൾ എന്തിനാ വന്നത്? അതിനു തന്നെയാ ഞാനും വന്നത്. മാർക്ക്, നിന്നെ കൊല്ലാൻ എന്റെ കൈ ധരിക്കുകയാണ്. ഫസ്റ്റ് എൽഡർ, നീ ഭീരുവിനെ പോലെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അകത്ത് കയറി ഒളിച്ചിരുന്നത് കൊണ്ടാണ് ഇപ്പോ നിനക്ക് എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. മാർക്ക് ഫെല്ലർ പറഞ്ഞ ആ വാക്കുകൾ ശരിക്കും ഉറക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒത്തിരി ആളുകൾ അത് കേട്ടു. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തുള്ള ആളുകളുടെ ശ്രദ്ധ മാർക്കിലേക്കും ഫസ്റ്റ് എൽഡറിലേക്കും തിരിഞ്ഞു. ഫസ്റ്റ് എൽഡറെ മിക്കവാറും എല്ലാ ആളുകളും അറിയും. അയാള് ഹെവൻലി ക്ലൗഡ് സെഷന്റെ ഏറ്റവും ടോപ്പ് ഒഫീഷ്യലുകളിൽ ഒരാളാണല്ലോ. അയാൾക്കെതിരെ നിന്ന് സംസാരിക്കുന്ന വ്യക്തിയെ പരിചയമില്ലാത്ത ആളുകൾ പോലും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആളെ തിരിച്ചറിഞ്ഞു. അതാണല്ലേ ആ മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലറുടെ വാക്കുകൾ കേട്ട ഫസ്റ്റ് എൽഡർ മാർക്കിനോട് ചൂടായി. നീ എന്താ കരുതിയത്? നിന്നെ എനിക്ക് ഭയമാണെന്നോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈയെന്ന് ഉയർത്തിയതും അയാളുടെ കയ്യിൽ ഒരു മഴു പ്രത്യക്ഷപ്പെട്ടു. വെള്ളിയിൽ തീർത്ത ഒരു മഴു. ആ മഴുവിൽ മുറുകെ പിടിച്ച ഫസ്റ്റ് എൽഡർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ തീർക്കാൻ എനിക്ക് വേറെ ആരുടെയും സഹായം ഇനി വേണ്ട. അങ്ങനെ ആ ഫസ്റ്റ് എൽഡർ പറഞ്ഞ അതേ നിമിഷത്തിൽ തന്നെ അതിൻ്റെ മറുപടി ഉണ്ടായി. ഇന്നാണ് നീ എനിക്ക് ഒരു വിളക്കാണ് നൽകിയത്, ഇപ്പോ നീ എനിക്ക് മഴ നൽകാൻ എത്തിയതാണല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ജൂ മാർക്കിന്റെ അടുത്തേക്ക് കയറി. ജൂവിനെ കണ്ടതും ആദ്യം ഫസ്റ്റ് എൽഡർ ചെയ്തത് ആ മഴ അങ്ങ് പിൻവലിക്കുക എന്നുള്ളതാണ്. മഴ പിൻവലിച്ച ഫസ്റ്റ് എൽഡർ ജൂവിനെ തൊഴുതുകൊണ്ട് ഒന്നും മിണ്ടാതെ അതിവേഗം തിരിച്ചടക്കുകയാണ്. ശരിക്കും അയാൾ ഭയന്ന് ഓടിയെന്ന് പറയാം. ജൂ അയാളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭയം വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. ജൂവിനെ കാണുമ്പോഴേ ഒരു വിറയൽ അയാൾക്ക് അനുഭവപ്പെടും. ശരിക്കും ഭയന്നുകൊണ്ട് അയാൾ അങ്ങ് മാറിയതും മാർക്ക് ഫെല്ലർ ജൂവിനോട് ചോദിച്ചു, ആന്റി ജൂ, നിങ്ങൾ എപ്പോഴാ വന്നത്? മാർക്ക്, ഞാനും ഇപ്പൊ എത്തിയതേ ഉള്ളൂ, ബാ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. അങ്ങനെ ജൂ പറഞ്ഞതും മാർക്കും ജൂവും നേരത്തെ മാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ച അതേ ടേബിളിന്റെ അടുത്തെത്തി. ആ ടേബിളിന്റെ അടുത്ത് അവർ രണ്ടുപേരും ഇരുന്നതും മാർക്ക് ജൂവിനോട് ചോദിച്ചു, അല്ല ആന്റി, എന്താ ഇവിടെ നടക്കുന്നത്? എന്തിനാ ഈ മീറ്റിംഗ്? മാർക്ക്, എനിക്ക് തോന്നുന്നത് നോർത്തേൺ ലാൻഡുമായി ബന്ധപ്പെട്ട എന്തോ വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണെന്നാണ്. ആന്റി, ഈ ലോങ്ജി ആളെങ്ങനെയാ? മാർക്ക്, ഹെവൻലി ക്ലൗഡ് സെക്ഷനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? ആന്റി, അവന്മാര് ശരിക്കും മോശമാണ്. മാർക്ക്, അവര് മോശമാണെങ്കിൽ ഇവൻ അതിനേക്കാൾ മോശമാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ കുറച്ചൊക്കെ നീതിയും നിയമവും ഒക്കെ നടപ്പാക്കുന്ന സ്ഥാപനമാണ്. അവര് കള്ളന്മാരാണ്, മോശക്കാരുമാണ്. പക്ഷെ ഇവൻ ആട്ടും തോലണിഞ്ഞ ചെന്നായിയാണ്. ഉള്ളിൽ ചെന്നായിയുടെ ക്രൗര്യവും എന്ന പുറത്ത് ആടിന്റെ ശാന്തതയുമുള്ള ഒരു വ്യക്തിയാണ് ലോങ് ഇ എന്നാണ് ജൂവിന്റെ വിലയിരുത്തൽ. അല്ല ആന്റി, ലോങ് ഇ എന്തിന് അങ്ങനെയാണെങ്കിൽ ഈ മീറ്റിംഗ് നടത്തണം? മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, നോർത്തേൺ ലാൻഡുമായി ബന്ധപ്പെട്ട എന്തോ വിഷയം ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ആകണം ലോങ് ഈ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കുന്നത്. ജൂവിനും ആ മീറ്റിംഗിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല. മാർക്ക് നേരത്തെ ലോങ്ങിയോട് ചോദിച്ചതാണ് എന്താണ് അജണ്ട എന്ന്. അത് സമയമാകുമ്പോൾ മാർക്ക് അറിഞ്ഞുകൊള്ളും എന്ന് ഒരു മറുപടി മാത്രമാണ് ലോങ്ങി നൽകിയത്. തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ആളുകളെ കണ്ടതും ജൂ ചാടി എണീറ്റ് ഏറ്റവും മുന്നിൽ വരുന്ന ആളെ അഭിസംബോധന ചെയ്തു. ഷൂ, കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ജൂ, ഞാനും അതാ പറയാൻ പോയത്. ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നീ ബ്രേക്ക് ത്രൂ നടത്തിയെന്നൊക്കെ അറിഞ്ഞു. നീ റിവേർഷൻ ഓയിഡ് കടന്നോ? ഷൂ, അതങ്ങനെ എളുപ്പം എത്തുമോ? ഞാൻ കുറച്ച് പുറകിലായി പോയി. റിവേർഷൻ ഓയിഡ് സ്റ്റേജിന്റെ തൊട്ട് മുന്നിലത്തെ സ്റ്റേജിൽ ജൂ എത്തിയെന്നാണ് ആ മറുപടി സൂചിപ്പിക്കുന്നത്. അത് കേട്ടതും ഷൂമേക്കർ ജൂവിനോട് പറഞ്ഞു, അതെന്തായാലും നന്നായി, അല്ലെങ്കിൽ നീ എന്നെ ഓവർടേക്ക് ചെയ്തേനെ എന്ന് പറയുമ്പോൾ ജൂവും ഷൂമേക്കറും ഇപ്പോ ഒരേ അളവിലാണെന്നാണ്. മാർക്ക് ശരിക്കും അമ്പരപ്പോടെയാണ് ആ ഷൂമേക്കറെ നോക്കുന്നത്. മാർക്ക് ആ ഷൂമേക്കറെ അങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ട ഷൂമേക്കർ മാർക്കിന് നേരെ തിരിഞ്ഞു. നീ മാർക്ക് ഫെല്ലർ ആണല്ലേ? സീനിയർ ഷൂമേക്കർ അങ്ങ് എന്നെ തിരിച്ചറിഞ്ഞു. മാർക്ക്, നീ ഇപ്പോ വലിയ സെൻസേഷൻ അല്ലേ? സീനിയർ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ജീനിയസുകളും അതുപോലെ ലുണാറ്റിക്കുകളും ഈ സദൻ മേഖലയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്നെ പോലൊരാൾക്ക് എന്താ പ്രസക്തി? മാർക്ക് അത് പറഞ്ഞതും ജൂ ഉറക്കെ പറഞ്ഞു, എന്ത് ലുണാറ്റിക്സ്, ചുമ്മാ ആളുകളെ കളിയാക്കാൻ വേണ്ടി വെറുതെ പറയുന്നതല്ലേ. അത് കേട്ടതും അവരുടെ അടുത്ത് നിൽക്കുന്ന ആ ചെറുപ്പക്കാര് ഒന്ന് ചിരിച്ചു. ആ ചെറുപ്പക്കാർ ചിരിക്കുന്ന കണ്ടതും ഷൂമേക്കർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്,
ഇവരാരെന്ന് മനസ്സിലായോ? ഇത് ബാരോ, ഇത് ഹാരിസ് ഫെങ്. ഇവരെയും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. മാർക്ക് ആ രണ്ട് പേരുകളും ഓർക്കുന്നുണ്ട്. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആ പുസ്തകത്തിനകത്ത് മാർക്ക് വായിച്ച 4 ലുണാറ്റിക്കുകളിൽ ഒരെണ്ണം ബാരോയാണ്, രണ്ടാമത്തത് ഹാരിസ് ഫെങ്, 3 ജൂ, 4 യോങ്ജി. അതുപോലെ മാർക്ക് വായിച്ച 3 ജീനിയസുകളുണ്ട്. അതിലൊന്ന് ശ്രീഹരിയാണ്, 2 ഷൂമേക്കറാണ്, മൂന്നാമത്തത് ഒരു സന്യാസിയാണ്. ആ സന്യാസി മാത്രമാണ് മാർക്ക് ഇതുവരെ പരിചയപ്പെടാത്തത്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ജൂ പിന്നെയും പറഞ്ഞു, കണ്ടോ, ഞങ്ങളെയൊക്കെ ചേർത്തിട്ട് ഈ വട്ടന്മാരെന്ന് പേരിടേണ്ട വല്ല കാര്യമുണ്ടോ? അത് കേട്ടതും ഷൂമേക്കർ ജൂവിനോട് പറഞ്ഞു, ഹേ ജൂ, അതെല്ലാം വെറും പേരുകളല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് ഷൂ ജൂവിനോട് ചോദിച്ചു, അല്ല ജൂ, എന്താ ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം? ഷൂ, അതാ ഞാനും ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ നോർത്തേൺ ഐലൻഡുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണെന്നാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹണ്ടർ ഓർഗനൈസേഷന്റെ സഹീർ അകത്തേക്ക് കടന്നു വരുന്നത് മാർക്ക് ഫെല്ലർ കണ്ടു. മാർക്ക് ഫെല്ലറെ സഹീറും കണ്ടു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടയുന്നത് സ്വാഭാവികമായും ജൂവിന്റെ ശ്രദ്ധയപ്പെടുകയും ചെയ്തു. സഹീർ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. അത് കണ്ടതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവനുമായി നല്ല രമ്യതലല്ല അല്ലേ? ആന്റി, അവൻ ഹണ്ടർ ഓർഗനൈസേഷൻ ലീഡറെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനുകാരുമായി ചേർന്ന് കൊന്നതാണ്. അവൻ ആള് ചതിയനാണ്. അത് കേട്ടതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പക്ഷേ നീ തൽക്കാലം അവനുമായി ഉടക്കണ്ട. അവന്റെ കയ്യിൽ ആ വെളുത്ത എല്ലുണ്ട്, അത് ശരിക്കും പവർഫുൾ ആണ്. എനിക്ക് പോലും അതിന് മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഓൾമൈറ്റി ലെവൽ വരെയുള്ള ആയുധങ്ങളെയും വ്യക്തികളെയും ഭയപ്പെടുന്ന കൂട്ടത്തിലല്ല ജൂ, അതിനും മുകളിലാണ് ആ വെളുത്ത എല്ലിന്റെ ശക്തി എന്നാണ് ജൂ പറയുന്നതിന്റെ അർത്ഥം. അവരങ്ങനെ സംസാരിക്കുമ്പോൾ ലോങ്ങയുടെ മുഴക്കമുള്ള ശബ്ദം എല്ലാവരും കേട്ടു. ഇവിടെ എത്തിയ എല്ലാവരെയും എറ്റേണൽ സിറ്റിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് കാണുന്നത്. അങ്ങനെ ലോങ്ങി പറഞ്ഞതും ജൂ ഉറക്കെ പറഞ്ഞു, ഏയ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞു തുലയ്ക്ക്. മുഖത്ത് ഒരു പുഞ്ചിരി നിലനിർത്തിയിരിക്കുന്ന ലോങ്ങി അത് കേട്ടതും ചിരിച്ചുകൊണ്ട് ജൂവിനോട് പറഞ്ഞു, ഹേയ് ജൂ, നിങ്ങൾക്ക് പോകാൻ ധൃതിയായല്ലേ, ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ നിന്ന സ്ഥലത്തുനിന്ന് 2 സ്റ്റെപ്പ് പുറകോട്ട് മാറിയതും അയാളുടെ തൊട്ടു മുന്നിൽ ശൂന്യതയിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു ആചാര ബാഹുവാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നല്ല പൊക്കമുള്ള ഒരു മനുഷ്യൻ, ഒത്ത ബോഡിയാണ്, പക്ഷെ നല്ല പ്രായം തോന്നുന്നുണ്ട്. അയാളെ കണ്ട ആളുകളൊക്കെ ആരാണ് അയാളെന്ന് അറിയാനായി അയാളെ തന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ലോങ്ങി ഉറക്കെ പറഞ്ഞു, ഇത് മിസ്റ്റർ ലോങ്ക്യുനോ. ഇദ്ദേഹം വന്നിരിക്കുന്നത് നോർത്തേൺ പ്രൊവിൻസിൽ നിന്നാണ്. നോർത്തേൺ പ്രൊവിൻസിൽ നിന്നാണ് ആ മനുഷ്യൻ വന്നെന്ന് കേട്ടതും ആ ഹാളിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ശരിക്കും ഒന്ന് എണീറ്റ് പോയി എന്ന് പറയാം. സകലരുടെ മുഖത്ത് ഒരു വല്ലാത്ത അമ്പരപ്പുണ്ട്. സദേൺ പ്രൊവിൻസിന്റെ ലീഡേഴ്സിന്റെ മീറ്റിംഗിൽ ഇതാ നോർത്തേൺ പ്രൊവിൻസിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു. നോർത്തേൺ പ്രൊവിൻസുമായി നിരന്തരമായി കലഹിക്കുന്ന ആളുകളാണ് സദേൺ പ്രൊവിൻസിലെ ആളുകൾ. അതുകൊണ്ട് തന്നെ നോർത്തേൺ പ്രൊവിൻസിൽ ഒരാൾ വന്നെന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായ ഒരു പിറുപിറുക്കലും സംഭാഷണവും അമ്പരപ്പും ഒക്കെ ആ ആൾക്കൂട്ടത്തിനിടയിലുണ്ടായി. സകലരും അമ്പരപ്പോടെ ആ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ആരോ വിളിച്ചു ചോദിക്കുകയാണ്, ഏയ് ലോങ്ങേ, സദേൺകാരുടെ മീറ്റിംഗിലേക്ക് നോർത്ത് പ്രൊവിൻസിൽ നിന്ന് ആളെ എന്തിനാ ഇൻവൈറ്റ് ചെയ്തത്? ആ ചെറുപ്പക്കാരൻ അങ്ങനെ ചോദിച്ചതും ലോങ്ങി എല്ലാവരോടും പറഞ്ഞു, ഞാന് ആ കാര്യം പറയാനാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എല്ലാവരെയും വിളിച്ചത്. മിസ്റ്റർ ലോങ് സിനോ തന്നെ നിങ്ങളുടെ ആ കാര്യം സംസാരിക്കും. അങ്ങനെ ലോങ് ഈ പറഞ്ഞതും ലോങ് സിനോ എല്ലാവരും നോക്കിയിട്ട് കൈകൾ കുപ്പി എല്ലാവരും തൊഴുതു. ഒരു വിനയത്തിൽ കലർന്ന പെരുമാറ്റം അയാളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് കണ്ടതും അതുവരെ ദേഷ്യത്തിലായിരുന്ന ആളുകൾ ഒന്ന് തണുത്തു എന്ന് പറയാം. സകലരെയും ഒന്ന് നോക്കിയതിനു ശേഷം ലോങ് സിനോ ആ ഓഡിയൻസിനോടായി പറഞ്ഞു, ഞങ്ങള് നോർത്തേൺ പ്രൊവിൻസിലെ ആളുകൾ ശരിക്കും ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ നല്ല തണുപ്പാണ്, ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളും കുറവാണ്. അതുകൊണ്ടാണ് ഈ സദേൺ പ്രൊവിൻസിന് മുന്നിൽ ഞങ്ങൾ ഒരു അപേക്ഷ വയ്ക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ലോങ് സിനോ ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി. അയാൾ ഒരു അപേക്ഷയുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അയാൾ പറഞ്ഞിടത്തോളം അനലൈസ് ചെയ്ത ആളുകൾക്ക് മനസ്സിലായി. ആളുകൾ ആ സ്റ്റേജിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ലോങ് സിനോ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു 30 സ്റ്റാർ സ്ഥലം നിങ്ങൾ സദേൺ പ്രൊവിൻസുകാർ ഈ അതിർത്തിയിൽ അലോട്ട് ചെയ്താൽ ഞങ്ങൾ ഈ നോർത്തേൺ പ്രൊവിൻസുകാർ നിങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ സുഖമായി അവിടെ താമസിക്കാം. പകരമായി ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഫോർമുല
തരികയും ചെയ്യാം. നിങ്ങൾക്കും ആ ഫോർമുലയെ കുറിച്ച് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് സീക്രട്ട് ഹാർട്ട് ഫോർമുലയാണ്. നോർത്ത് പ്രൊവിൻസിന്റെ ശക്തിയുടെ പിന്നിൽ ആ സീക്രട്ട് ഹാർട്ട് ഫോർമുലയാണെന്ന് അവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. ആ ഫോർമുല കിട്ടിയാൽ ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്ന് എല്ലാവരും അടുത്ത ലെവലിലേക്കോ അതിന് മുകളിലത്തെ ലെവലിലേക്കോ കടക്കും. അതറിയാവുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. സീക്രട്ട് ഹാർട്ട് ഫോർമുല കൊടുക്കാന്ന് പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് അങ്ങ് മാറി. സകലരും വല്ലാത്തൊരു താല്പര്യത്തോടെ മിസ്റ്റർ ലോങ് സിനിയെ നോക്കുമ്പോൾ യോങ്ജി എല്ലാ ആളുകളോടായി പറഞ്ഞു, കേട്ടല്ലോ, മിസ്റ്റർ ലോങ് സിനോ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മള് നോർത്തേൺ പ്രൊവിൻസിലെ ആളുകളുമായി ഫൈറ്റ് തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. രണ്ട് ഭാഗത്തും ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെടുന്നതൊക്കെയും സാധാരണക്കാരാണ്. നമുക്ക് രണ്ട് ടീമിനും സമാധാനത്തിലൂടെ മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. നമ്മളോട് അവർ ആവശ്യപ്പെടുന്നത് വളരെ ചെറിയൊരു സ്ഥലമാണ്. ആ സ്ഥലം വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റിയാൽ നമുക്ക് എല്ലാവർക്കും ശരിക്കും ബെനിഫിറ്റ് ഉണ്ടാവും. നമുക്ക് ലഭിക്കുന്നത് സീക്രട്ട് ഹാർട്ട് ഫോർമുലയാണ്. നോർത്തേൺ പ്രൊവിൻസിന്റെ ഒരുപാട് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ അവര് വളർത്തിയെടുത്തതാണ് ആ സീക്രട്ട് ഹാർട്ട് ഫോർമുല. അത് നമുക്ക് നൽകുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി വൻതോതിൽ വളരും. യോങ്ജി കാര്യങ്ങൾ അങ്ങനെ വിശദമാക്കുമ്പോൾ ജൂ അടുത്തിരിക്കുന്ന ഷൂ മേക്കറോട് പറഞ്ഞു, ഏയ് ഷൂ, ഇത് വലിയ ചതിയാണ്, എനിക്കിതിനോട് യോജിക്കാനാവില്ല. ഷൂവും അത് തന്നെ പറഞ്ഞു, അതെ അതെ, ശരിക്കും ഈ യോങ്ജി യോമാരുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഈ മീറ്റിംഗ് വിളിച്ചതാണ്. അങ്ങനെ ആ ടേബിളിൽ ഇരിക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ ബാക്കി ടേബിളുകളിലുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് ഒന്നും അങ്ങനെയൊന്നും അല്ല. അവരെല്ലാവരും വലിയ ആവശ്യത്തിലാണ്. ഫസ്റ്റ് എൽഡർ ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്, അപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും സീക്രട്ട് ഹാർട്ട് ഫോർമുല തരുമല്ലേ? ഹേയ് ഫസ്റ്റ് എൽഡർ, അതെന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും സീക്രട്ട് ഹാർട്ട് ഫോർമുല കിട്ടും. അത് മാത്രമല്ല വേറെയും ഒരുപാട് സീക്രട്ട് സ്പെല്ലുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. സ്വാഭാവികമായിട്ടും വല്ലാത്തൊരു ആവേശം ആ വാക്കുകൾ ആ ഹാളിനകത്തുണ്ടാക്കി. ആ ആവേശം അലയടിക്കുന്ന കണ്ടതും യോങ്ജി ഉറക്കെ ആളുകളോട് പറഞ്ഞു, ഓക്കെ, അപ്പോ നോർത്തേൺ പ്രൊവിൻസുമായി കാലങ്ങളായി ഉണ്ടായിരുന്ന നമ്മുടെ കലഹം നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി തീരുമാനമെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും. നമ്മൾ ഒരുപാട് ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തീരുമാനത്തിന് വിലയുണ്ടാകും. ഒരു കാര്യം ചെയ്യാം, മിസ്റ്റർ ലോങ് സിനോ പറഞ്ഞ ആശയത്തോട് യോജിക്കുന്ന ആളുകൾ കൈയൊന്നുയർത്തി. കേൾക്കേണ്ട താമസം ഒട്ടുമുക്കാൽ കൈകളും ആകാശത്തേക്ക് ഉയർന്നു. കൈ ഉയർത്താത്ത ആളുകൾ മാർക്ക് ഫെല്ലറും ജൂവും ഷൂ മേക്കറും അവർക്കൊപ്പമുള്ള ആ രണ്ട് ലുണാറ്റിക്കുകളും പിന്നെ മറ്റൊരു ടേബിളിലുള്ള ഏതാനും ആളുകളാണ്. വേണമെങ്കിൽ നമുക്ക് അവരുടെ എണ്ണം 10 താഴെ എന്ന് പറയാം. 10 താഴെയുള്ള ആളുകൾ മാത്രമാണ് കൈ ഉയർത്താത്തത്. അത് കണ്ടതും ചിരിച്ചുകൊണ്ട് യോങ്ജി ആ ആൾക്കൂട്ടത്തോടായി പറഞ്ഞു, ഓക്കെ, നമുക്ക് ഇനി ഈ സന്ധി സംഭാഷണം വേണ്ട എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനനുകൂലിക്കുന്ന ആളുകൾ കൈപൊക്കാം. കേൾക്കേണ്ട താമസം ജൂ കൈപൊക്കി. ജൂ കൈപൊക്കുന്ന കണ്ടതും മാർക്ക് കൈപൊക്കി. ഷൂ മേക്കറും കൈപൊക്കി. അതുപോലെ ബാരുവും ഹാരിസും പിന്നെ ഏതാനും ആളുകളും. 10 താഴെ ആളുകൾ മാത്രം കൈപൊക്കിയത് കണ്ടതും യോങ്ജി ഒന്ന് ചിരിച്ചു. ഇവിടെ ഭൂരിപക്ഷം നോർത്തേൺ പ്രൊവിൻസുമായി അലയൻസ് ഉണ്ടാക്കുന്നതിനെ അംഗീകരിച്ചിരിക്കുകയാണ്. അത് കേട്ടത് മാർക്ക് ഫെല്ലർ ഉറക്കെ പറഞ്ഞു, നമ്മള് കുറച്ച് ആളുകൾ കൂടി നിന്നിട്ട് ഈ സദേൺ പ്രൊവിൻസിലെ മുഴുവൻ ആളുകളുടെയും ലൈഫ് തീരുമാനിച്ചാൽ അതെങ്ങനെ ശരിയാകും? നമ്മൾ വളരെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. ഇവിടെ ഏകദേശം 100 കോടിയോളം ആളുകളില്ലേ. അവിടെ ലൈഫ് നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റൂ? സദേൺ പ്രൊവിൻസ് ഒരു വലിയ സ്ഥലമാണ്. ഒരുപാട് ചെറുതും വലുതുമായ പട്ടണങ്ങൾ ഈ സദേൺ പ്രൊവിൻസിനകത്തുണ്ട്. ആ സദേൺ പ്രൊവിൻസിലെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കാൻ ഈ സംഘത്തിന് അധികാരമുണ്ടോ എന്നാണ് മാർക്ക് ഫെല്ലറുടെ ചോദ്യത്തിന്റെ കാതൽ. അങ്ങനെ മാർക്ക് ചോദിച്ചതും ജൂ എണീറ്റ് ഉറക്കെ പറഞ്ഞു, അതെ, ഈ തീരുമാനം ശരിയല്ല. അതുമാത്രമല്ല, നമ്മൾ കുറച്ചുപേർ ചേർന്നിട്ട് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് ശരിയുമല്ല. അതിന് മറുപടി പറഞ്ഞത് യോങ്ജിയാണ്. ജൂ, നമുക്കെങ്ങനെ അങ്ങനെ പറയാൻ കഴിയും? നമ്മൾ ഒരു ജനാധിപത്യപരമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്തല്ലേ ഇപ്പൊ ഇരിക്കുന്നത്. ഭൂരിപക്ഷം ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിനോടൊപ്പം ചേരുകയല്ലേ ബാക്കിയുള്ളവരും ചെയ്യേണ്ടത്. ഈ ഹാളിൽ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം മിടുക്കരാണ്, ശക്തരാണ്, സമൂഹത്തിൽ സ്വാധീനമുള്ളവരാണ്. അവരിൽ 90% ആളുകളും പറയുന്നു നോർത്തുമായി ഒരു ഫൈറ്റും വേണ്ട, ഒന്നിച്ചു പോകാമെന്ന്. അപ്പോ അതിനൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത്. അങ്ങനെ യോങ്ജി ചോദിച്ചതും ആ ഹാളിന്റെ വാതിൽക്കിൽ നിന്ന് നല്ല മുഴക്കമുള്ള ഒരു ശബ്ദം ആ ഹാള് മുഴുവൻ നിറഞ്ഞു. ഏയ്, അത് വേണ്ട, ആ തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളെ ആരും അനുവദിച്ചിട്ടില്ല. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആളുകൾ നോക്കുമ്പോൾ അവർ കാണുന്നത് ആ മാസ്ക് വെച്ച മനുഷ്യനെയാണ്. സാക്ഷാൽ ശ്രീഹരി
അകത്തേക്ക് നടന്നു വരികയാണ്. ശ്രീഹരിയെ കണ്ടപ്പോൾ അതുവരെ ലോങ് ഈയുടെ ആ വാക്കുകൾക്കനുസരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന പലരുടെയും മുഖമൊന്ന് മങ്ങി. അവർക്കൊക്കെ ഉള്ളിൽ ശ്രീഹരിയെ പേടിയാണെന്ന് അവരുടെ ആ ഭാവം വിളിച്ചു പറയുകയാണ്. ശ്രീഹരി നടന്ന് ആ സ്റ്റേജിന്റെ മുന്നിലെത്തി. ശ്രീഹരിയെ കണ്ടതും ലോങ് ഷിനോ ശ്രീഹരിയോട് പറഞ്ഞു, നമസ്കാരം ശ്രീഹരി, അങ്ങയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നേരിൽ കാണാൻ ഇപ്പോഴാണ് അവസരം കിട്ടിയത്. ശ്രീഹരി, അങ്ങ് താമസിച്ച ഇവിടെ എത്തിയത്, അതുകൊണ്ട് ഇവിടെ നടന്ന ചർച്ചയും തീരുമാനങ്ങളും ശരിക്കും അങ്ങ് അറിഞ്ഞിട്ടില്ല. അത് കേട്ടതും ശ്രീഹരി ആ ലോങ് സിരിയോട് പറഞ്ഞു, ഏയ്, ഈ സതേൺ പ്രോവിൻസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് നിനക്ക് നോർത്തേൺ പ്രോവിൻസുകാരന് എന്താണ് സ്ഥാനം? അല്ല, ഈ സതേൺ പ്രോവിൻസിലെ തീരുമാനത്തിൽ അഭിപ്രായം പറയാൻ നിന്നെ ആരാ അനുവദിച്ചത്? വളരെ പരുക്കൻ വാക്കുകളിൽ പരുക്ഷമായി ശ്രീഹരി അങ്ങനെ പറഞ്ഞപ്പോ ആ ലോങ് ഒന്ന് പതറി. അയാൾ ശ്രീഹരിയോട് പറഞ്ഞു, അല്ല ശ്രീഹരി, ഞാൻ പൊതുവേ ഇത് സതേൺ പ്രോവിൻസ് ആണ്. ഈ സതേൺ പ്രോവിൻസിലേക്ക് നോർത്തിൽ നിന്ന് ആര് വന്നാലും ഞാൻ അവരെ കൊല്ലും. അത് നിനക്കും അറിയാം. എന്നിട്ടും നീ ഇവിടേക്ക് വന്നു എന്നുള്ളത് നിന്റെ ആദ്യത്തെ തെറ്റ്. അത് കേട്ടതും ഫസ്റ്റ് എൽഡർ ഉറക്കെ പറഞ്ഞു, ശ്രീഹരി, കാര്യങ്ങൾ അങ്ങനെയല്ല. അവർക്ക് നമ്മളെ കുറിച്ച് സ്ഥലം കൊടുത്താൽ അവര് നമ്മളുമായി പ്രശ്നം അവസാനിപ്പിച്ച് സമാധാനത്തോടെ കഴിഞ്ഞുള്ളൂ. അത് മാത്രമല്ല, അവർ നമുക്ക് ആ സേക്രഡ് ഹാർട്ട് ഫോർമുല തരികയും ചെയ്യും. എന്ത് സേക്രഡ് ഹാർട്ട് ഫോർമുല? ഫസ്റ്റ് എൽഡർ, ഈ അഭിപ്രായം പറയാൻ നിങ്ങളെ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല, ഞാൻ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഫസ്റ്റ് എൽഡറാണ്. ഫസ്റ്റ് എൽഡർ, എന്നെ ചോദ്യം കേട്ടില്ലേ? നിങ്ങളെ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ഈ അഭിപ്രായം പറയാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ? അതാണ് എന്റെ ചോദ്യം. അല്ല, സെക്ഷൻ മാസ്റ്റർ ഇപ്പൊ സെക്ലൂഷനിലാണ്. അപ്പൊ ഞാനാണ് സെക്ഷന്റെ ചുമതല വഹിക്കുന്നത്. അപ്പൊ എനിക്ക് തീരുമാനം എടുക്കാം. സെക്ഷൻ മാസ്റ്റർ എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിന്നെ പോലൊരു വിധിയെ ഈ ശൈലിയിൽ സെക്ഷൻ നയിക്കാൻ ആ സെക്ഷൻ മാസ്റ്റർ ചുമതലപ്പെടുത്തിയെങ്കിൽ ആ സെക്ഷൻ മാസ്റ്ററാണ് തല്ലേണ്ടത്. പമ്പര വിടുത്തം എഴുന്നേൽക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് എൽഡർ വലിയൊരു സംഭവമാണല്ലോ. ആ ഫസ്റ്റ് എൽഡറെ ആ ശൈലിയിൽ ശ്രീഹരി വിമർശിച്ചപ്പോൾ അയാൾക്ക് സങ്കടമാണോ ദേഷ്യമാണോ വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഒരു വല്ലാത്ത ഭാവത്ത് നിൽക്കുകയാണ്. പക്ഷെ അയാൾക്കറിയാം ശ്രീഹരിയുമായിട്ട് അയാൾക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ലെന്ന്. ശ്രീഹരി അയാളെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കും. ആ കാര്യം അറിയാവുന്ന ഫസ്റ്റ് എൽഡർ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഈ സമയത്തും നിശബ്ദനായി നിൽക്കുകയാണ് സാക്ഷാൽ സംഘാടകൻ യോങ്ജിയുടെ നിശബ്ദത മറികടന്നുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന്റെ ശബ്ദം കേട്ടു. ശ്രീഹരി, ഞങ്ങൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെയും അത്യാവശ്യം പേരും പെരുമയൊക്കെ ഉള്ളവരാണ്. ഞങ്ങൾക്കും സ്വന്തമായി ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്ത ആ തീരുമാനത്തിൽ എത്തിയത് നോർത്തേൺ പ്രൊവിൻസുമായിട്ടുള്ള നമ്മുടെ കലഹം അവസാനിപ്പിച്ച് അവരുമായി ഒത്തുതീർപ്പിലെത്താൻ ഞങ്ങൾ അതുകൊണ്ടാണ് തീരുമാനിച്ചത്. അത് കേട്ടതും ശ്രീഹരി ആ ചെറുപ്പക്കാരനെ ഒന്ന് നോക്കിയിട്ട് എല്ലാവരോടായി പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്കൊക്കെ അതാണ് ഇഷ്ടമെങ്കിൽ ഞാനും നിങ്ങൾക്കൊപ്പം കൂടാം. അത് കേട്ടതും എല്ലാവർക്കും ഒരു ആശ്വാസം. പക്ഷേ മാർക്കിനും ഷൂവിനും ജൂവിനും അവർക്കൊപ്പമുള്ള ബാരയ്ക്കും ഹാരിസിനും ഒക്കെ മറ്റൊരു ഭാവമാണ്. ശ്രീഹരി അങ്ങനെ ഒത്തുതീർപ്പിലേക്ക് കടക്കുമെന്ന് അവരാരും കരുതിയിരുന്നില്ല. ശ്രീഹരി എല്ലാവരും നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നോർത്തേൺ പ്രൊവിൻസ് നമ്മുടെ ഈ സതേൺ പ്രൊവിൻസിലേക്ക് ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലൂടെയും ഓയിൽ പൈപ്പിലൂടെയും ഓയിൽ ഗേറ്റിലൂടെയും എത്തിയിരുന്നു. അവരിവിടെ എത്തിയത് നമ്മുടെ ആളുകളെ കൊല്ലാൻ വേണ്ടിയാണ്. ഇതുവരെയായിട്ട് അവർ കൊന്നത് 31,88,412 ആളുകളെയാണ്. ഒരു കാര്യം ചെയ്യാം, അതിന് തുല്യമായ ആളുകളെ നോർത്തിൽ നിന്ന് ഞാനൊന്ന് കൊല്ലട്ടെ. അപ്പോ ഈക്വലാവും. രണ്ട് ഭാഗത്തുമുള്ള കാഷ്വാലിറ്റി ഈക്വലായാൽ നമുക്ക് സമാധാന ചർച്ച ആരംഭിക്കാം. മിസ്റ്റർ ലോങ്, അതല്ലേ അത് ശരി? ആ ചോദ്യം കേട്ടപ്പോ ലോങ് ശരിക്കും പാതറി. അവിടെയുള്ള 3 മില്യൺ ആളുകളെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ സമാധാന ചർച്ച ആകാമെന്നാണ് ശ്രീഹരി പറഞ്ഞത്. ലോങ് പതർന്നു കണ്ടതും ശ്രീഹരി ആ ആൾക്കൂട്ടത്തെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഉറക്കെ അവരോട് പറഞ്ഞു, നോർത്തിൽ നിന്നുള്ള ആര് നമ്മുടെ സതേൺ പ്രോവിൻസിലേക്ക് വന്നാലും അവരെ ഞാൻ കൊല്ലും. ഇനി സതേൺ പ്രോവിൻസിലുള്ള ആരെങ്കിലും നോർത്തിനെ സഹായിക്കാൻ ശ്രമിച്ചാൽ അവരെയും ഞാൻ കൊല്ലും. നിങ്ങളെ ഇരിക്കുന്ന എല്ലാവരും കൂടി നോർത്തേൺ പ്രോവിൻസിനെ സഹായിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ മുഴുവൻ പേരെയും കൊല്ലാൻ എനിക്കൊരു മടിയുമില്ല. ശ്രീഹരി ഉറക്കെ അത് പറഞ്ഞതും ഒരു ചെറുപ്പക്കാരൻ ഉടനെ തന്നെ ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി, നിങ്ങൾ അങ്ങ് അധികം ആളാകാൻ ശ്രമിക്കരുത്. അത് കേട്ടതും ശ്രീഹരി അയാളോട് പറഞ്ഞു, ഓക്കെ, നോർത്തേൺ പ്രൊവിൻസിലെ ആളുകൾക്കൊപ്പം യാത്ര ചെയ്യാൻ നിനക്കാണ് ധൃതിയെങ്കിൽ ആദ്യം നിന്നെ തന്നെ ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. ശ്രീഹരി പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് ആ ചെറുപ്പക്കാരനും അറിയാം. അവൻ പെട്ടെന്ന് അങ്ങ് പാത്രയും അവൻ ആ ടേബിളിലേക്ക് തലയും കുനിച്ചു. ശരിക്കൊരു ഭയം അവിടെ മുഴുവൻ ഉണ്ടായി. ആ നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലർ കൈയടിക്കുന്നത്. ശ്രീഹരി, അതാണ് വേണ്ടത്, അതാണ് വേണ്ടത്. അത് കണ്ടതും ശ്രീഹരി
മാർക്കിനെ നോക്കി കൈയൊന്നുയർത്തി. തംസം. ഈ സമയത്ത് രംഗം പന്തിയല്ല എന്ന് കണ്ട ആ ലോങ് ചിനോ അവിടെ നിന്ന് മുങ്ങാനുള്ള പരിപാടിയിലാണ്. അയാൾ ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി, തർക്കത്തിന് ഞാനില്ല, ഞാൻ പിൻവാങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് പിൻവാങ്ങാൻ അയാൾ ശ്രമിച്ചപ്പോഴാണ് ശ്രീഹരിയുടെ ശബ്ദം അയാൾ കേൾക്കുന്നത്. ഏയ് നിക്കവിടെ! ശ്രീഹരി ഉറക്കെ പറഞ്ഞതും അയാള് ശ്രീഹരിക്ക് നേരെ തിരിഞ്ഞതും ശ്രീഹരി അയാളോട് പറഞ്ഞു, നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അല്ല ശ്രീഹരി, ഞാൻ തിരിച്ചു പോവുകയാണോ? ഏയ്, നിന്നോട് ഞാൻ വ്യക്തമാക്കിയതല്ലേ, നോർത്തിൽ നിന്ന് ആര് ഇവിടെ വന്നാലും അവരെ ഞാൻ കൊല്ലുമെന്ന്. ഏയ് ശ്രീഹരി, ആ കളി വേണ്ട. അത് കേട്ടതും ശ്രീഹരി കൈയൊന്നുയർത്തി ഒരു അറ്റിയാടി. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ശ്രീഹരി ആ കൈയൊന്നുയർത്തുന്നു അടിക്കുന്നത്. ആ നിമിഷത്തിൽ ശ്രീഹരിയുടെ കൈ സൃഷ്ടിച്ച ഒരു ഇമേജ് വൻ വലിപ്പത്തിലേക്ക് മാറുകയും അത് ആ ലോങ്ങിനെ ആഞ്ഞടിക്കുകയും ചെയ്തു. പെട്ടെന്നുണ്ടായ ആ അടി ലോങ് ഒരു പ്രത്യേക സ്പെല്ല് ഉപയോഗിച്ച് തടുക്കാൻ ശ്രമിച്ചെങ്കിലും ആ സ്പെല്ല് ഈ ശ്രീഹരിക്ക് മുന്നിൽ ഒന്നുമല്ല. അടിയേറ്റ് ലോങ് താഴെ വീണു. താഴെ വീണ ലോങ് ഒരു പരുവത്തിൽ ചാടി എഴുന്നേറ്റിട്ട് ശ്രീഹരിയോട് പറഞ്ഞു, ഏയ് ശ്രീഹരി, നീ എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടേ പോകൂ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ നിമിഷത്തിൽ അയാളുടെ ഡിവൈൻ സെൻസ് കത്തിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി. അയാൾ ഡിവൈൻ സെൻസ് പെട്ടെന്നാണ് പുറത്തേക്ക് വന്നത്. ആ ഡിവൈൻ സെൻസ് അവിടെ കത്തിച്ചാൽ ആ എൻ്റർ ഹോളും കത്തിത്തീരും. അത് കണ്ടതും ശ്രീഹരി അയാളോട് പറഞ്ഞു, ഹേ, ഇതൊക്കെ പഴയ ടെക്നിക്കാണ്, ഇതൊന്നും എൻ്റെ അടുത്ത് വിലപ്പോകില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീഹരി ഒരു അറ്റിയാടി. ഈ ലോങ്ങിന് ആ ഡിവൈൻ സെൻസ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും മുമ്പ് ലോങ് ശരിക്കും ചിതറി എന്ന് പറയാം. ശ്രീഹരി ഒരു മാജിക് സ്പെല്ല് ഉപയോഗിച്ചില്ല. അയാളുടെ പ്യുവർ പവർ മാത്രമാണ് അയാൾ ഉപയോഗിച്ചത്. അയാളുടെ ഇന്റേണൽ സ്ട്രെങ്തിൽ അയാൾ ബിൽഡ് ചെയ്ത ആ മാന്ത്രിക കൈ ഉപയോഗിച്ച് ഒറ്റയടിക്ക് അയാൾ ലോങ് എന്ന വ്യക്തിയെ അപ്രത്യക്ഷമാക്കി. ലോങ് ചിതറി തെറിക്കുമ്പോൾ ലോങ്ങിന്റെ ഡിവൈൻ സെൻസ് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ആ ഡിവൈൻ സെൻസ് ഉറക്കെ ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി, നീ ഇതിനെ അനുഭവിക്കും. അങ്ങനെ പറഞ്ഞതും ആ ഡിവൈൻ സെൻസ് ആ വായുവിൽ അങ്ങ് ലയിക്കുകയും ചെയ്തു. തികച്ചും അതിവേഗതയിൽ അതങ്ങ് അപ്രത്യക്ഷമായെന്ന് പറയാം. ഇതെല്ലാം വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. ശ്രീഹരി എല്ലാവരും നോക്കിയിട്ട് എല്ലാവരോടും പറഞ്ഞു, അവൻ പോയ സ്ഥലത്തേക്ക് യാത്രയാകാൻ താല്പര്യമുള്ളവർക്ക് എന്നോട് ഇപ്പം ഇവിടെ വെച്ച് ഏറ്റുമുട്ടാം. കേൾക്കേണ്ട താമസം പലരും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പതുക്കെ സ്ഥലം വിട്ടു. ഇപ്പോൾ അവശേഷിക്കുന്നത് ജൂവും ഷൂമേക്കറും മാർക്ക് ഫെല്ലറും അടങ്ങിയ ആ ടീമാണ്. മാർക്ക് ഫെല്ലർ ഉറക്കെ ശ്രീഹരി വിളിച്ചു, സീനിയർ, സീനിയർ. അങ്ങനെ വിളിച്ചതും ശ്രീഹരി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന മാർക്ക് ഫെല്ലറെയാണ്. ശ്രീഹരി ഉടൻ അവരുടെ അടുത്തേക്ക് വന്നു. ഹേയ് മാർക്ക്, നീ ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ശ്രീഹരി അവരുടെ അടുത്തിരുന്നു. പതുക്കെ അവർ സംസാരിച്ചു തുടങ്ങിയാണ്. ശ്രീഹരി, എന്താ യഥാർത്ഥത്തിൽ പ്രശ്നം? എന്തിനാ ഈ നോർത്തൻകാരോട് ഈ ശൈലിയിൽ ഇടപെടുന്നത്? ചോദ്യം ഷൂമേക്കറുടെ വകയാണ്. ഷൂമേക്കർ അങ്ങനെ ചോദിച്ചതും ശ്രീഹരി ഷൂമേക്കറോട് പറഞ്ഞു, ഈ നോർത്തൻകാര് നമ്മളോടൊരു 30 സ്റ്റാർ സ്ഥലം ചോദിച്ചാൽ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. 30 അല്ല, വേണമെങ്കിൽ നമുക്ക് 3000 സ്റ്റാർ സ്ഥലവും കൊടുക്കാം. പക്ഷേ പ്രശ്നം അതൊന്നും അല്ല. നേരത്തെ ഈ നോർത്തേൺ ലാൻഡിൽ വെസ്റ്റേൺ റീജിയനിൽ നിന്നും ഈസ്റ്റേൺ റീജിയനിൽ നിന്നും സൗത്തിൽ നിന്നും മാത്രമല്ല മറ്റ് മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവന്ന് കളയുമായിരുന്നു. ഒരു തരത്തിലും സമൂഹത്തിൽ കൂടെ കൂട്ടാൻ പറ്റാത്ത ആളുകളെയാണ് അവിടെ കൊണ്ട് കളയുന്നത്, കൊടും കുറ്റവാളികളെ. അവിടെ അങ്ങ് കൂടി. ആ സംഘമാണ് വളർന്ന് വലുതായി ആ നോർത്തേൺ ലാൻഡ് നിയന്ത്രിച്ചത്. അവരാൾ കൂടി വന്നപ്പോൾ അവർക്ക് റിസോഴ്സസ് ഇല്ലാതെ വന്ന ഒരു ഘട്ടമുണ്ടായി. ആ സമയത്ത് അവര് അശക്തരെ കൊന്നു തിന്നാണ് ശരിക്കും അവർ പിടിച്ചു നിന്നത്. സിനർ അശക്തരെ കൊന്നു നിന്നോ? എനിക്കത് മനസ്സിലായില്ല. മാർക്ക്, ഈ നോർത്തേൺ ലാൻഡിലെ ആളുകൾ ശരിക്കും ദുർമന്ത്രവാദം പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ആളുകളെ കൊന്ന് അവരുടെ ഡിവൈൻ സെൻസ് എടുത്താണ് അവർ ഓരോരുത്തരും വളരുക. നേരത്തെ ഏകദേശം 100 കോടിയോളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ആളുകളുടെ എണ്ണം വെറും 10 ലക്ഷമാണ്. ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അവര് കൊന്നു തിന്നു എന്ന് പറയാം. 100 കോടി എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് സംഖ്യയാണ്. ആ സംഖ്യ വെറും 10 ലക്ഷമായി കുറയണമെങ്കിൽ എന്തോരം കൊലപാതകവും അവിടെ നടന്നിരിക്കും. മാർക്കും ബാക്കിയുള്ള ആളുകളൊക്കെ ശ്രീഹരി പറയുന്ന കേട്ട് അമ്പരം നിൽക്കുമ്പോൾ ശ്രീഹരി അവരോട് പറഞ്ഞു, 100 കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഇതിനിടയിൽ അവർക്ക് അവിടെ ആളില്ലാതെ വന്നപ്പോൾ അവര് ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലൂടെയും ഓയിൽ ഗേറ്റിലൂടെയും നമ്മുടെ ഈ സദേൺ പ്രോവിൻസിലെത്തി ഇവിടെയുള്ള ആളുകളെ കൊന്നു തുടങ്ങി. കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് അവര് ഏകദേശം 31 ലക്ഷത്തോളം ആളുകളെ കൊന്നിരിക്കുന്നത്. അവരിവിടെ വരുന്നത് ഇവിടുത്തെ ആളുകളെ കൊന്ന് ഡിവൈൻ സെൻസ് എടുക്കാനാണ്. അതാണ് അവർ കൾട്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ ലാൻഡിൽ നമ്മൾ സ്ഥലം കൊടുത്താൽ പിന്നെ എന്ത് സംഭവിക്കുന്നതൊക്കെ മനസ്സിലായല്ലോ. മാർക്കിനും കൂടെ ഉള്ളവർക്കും കഥ മനസ്സിലായി.
അങ്ങനെ ഒരു സ്ഥലം കൊടുത്താൽ അവിടെ താമസിച്ചുകൊണ്ട് സതേൺ മേഖലയിലെ മുഴുവൻ ആളുകളെയും ആ നോർത്തേൺ മേഖലയിലെ ആ നരഭോജികൾ കൊന്നു തിന്നും. ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കഥയാണ് ശ്രീഹരി അവരോട് പങ്കുവച്ചത്. ശ്രീഹരി, അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ ചോദ്യം കേട്ടപ്പോ ശ്രീഹരി അവരോട് പറഞ്ഞു, പ്രശ്നം അതാണ്, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറെ കൂടി ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് ചെന്ന് അവരെ അവിടെ ഇട്ട് അവസാനിപ്പിച്ചത്. അപ്പുറത്തേക്ക് ചെല്ലുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഷയമാണ്. സതേൺ മേഖലയും വെസ്റ്റേൺ മേഖലയും കവർ ചെയ്ത് ഒരു നദിയുണ്ട്. അതിനെ ഡെഡ് റിവർ എന്നാ വിളിക്കുക, മരിച്ച നദി. ആ നദിയിൽ ആരെങ്കിലും ഇറങ്ങിയാൽ അവർ മരിക്കും. അതുകൊണ്ടാണ് ആ നദിക്ക് ആ പേര് വരാൻ കാരണം. ആ നദിയാണ് വെസ്റ്റേൺ മേഖലയും നോർത്തേൺ മേഖലയും സതേണിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ആ നദിയുടെ എൻഡിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈസ്റ്റേൺ മേഖലയിൽ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് തുടങ്ങുന്നത്. ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് ഈസ്റ്റേൺ മേഖലയിൽ തുടങ്ങി സതേൺ മേഖല വഴി കവർ ചെയ്ത് വെസ്റ്റേൺ മേഖല വരെ വരും. അവിടെ നിന്നാണ് ആ നദി ആരംഭിക്കുന്നത്. ശരിക്കും ഇടതുവശത്ത് തുടങ്ങി ഏതാണ്ട് വലത് മോൾ ഭാഗത്ത് വരെ ആ നദി വന്ന് നിൽക്കുകയാണ്. ഒരു കൂറ്റൻ നദിയാണ്. ആ നദിക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. ആ നദിയുടെ വീതി കുറഞ്ഞു വരികയാണ്. പ്രത്യേകിച്ചും നോർത്തേൺ മേഖലയിലാണ് ആ വീതി കുറയുന്നത്. അങ്ങനെ വീതി കുറഞ്ഞു വന്നാൽ കാലക്രമേണ ആ നോർത്തേൺ മേഖല സതേൺ മേഖലയുമായി ചേരും. അങ്ങനെ ചേരുമ്പോൾ നോർത്തേൺ മേഖലയിൽ നിന്ന് വൻതോതിൽ ആളുകൾ ഈ സതേൺ മേഖലയിലേക്ക് ഇരച്ചു കയറും. അന്ന് സതേൺ മേഖലയുടെ അന്ത്യം സംഭവിക്കും. ശ്രീഹരി കാര്യങ്ങളൊക്കെ വിശദമാക്കുകയാണ്. വരാനിരിക്കുന്ന അപകടം വളരെ വലുതാണെന്ന് അത് കേട്ടപ്പോൾ മാർക്ക് ഫെല്ലർക്ക് തോന്നുന്നു. മാർക്കും ജൂവും ശ്രീഹരിയും അതുപോലെ ഷൂ മേക്കറും ഒക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീഹരി അവരോട് പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ ഇറങ്ങിയാണ്. ശ്രീഹരി അതിവേഗം അവിടെ നിന്ന് ഇറങ്ങി. ശ്രീഹരി പോയി കഴിഞ്ഞതും മാർക്കും ടീമും താഴോട്ട് ഇറങ്ങി തുടങ്ങി. മാർക്കും ജൂവും ഷൂ മേക്കറും കൂടി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ വഴിക്ക് വെച്ച് അവർ സാക്ഷാൽ സഹീറിനെ കണ്ടു. സഹീറിനെ കണ്ടതും സഹീറും മാർക്കും തമ്മിൽ ഒന്ന് ഉരസാൻ പോയതും യോങ്ജി അവിടേക്ക് വന്നു. യോങ്ജി ഒരു പരുവത്തിൽ അതിൽ ഇടപെട്ട് സഹീറിനെയും മാർക്കിനും പിന്തിരിപ്പിച്ചു. സഹീറും മാർക്കും തമ്മിലുള്ള ആ വൈര്യം സ്വാഭാവികമായും ജൂവും അതുപോലെ ഷൂ മേക്കറും നോക്കിക്കാണുകയാണ്. സഹീർ പോയി കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ ഷൂ മേക്കർക്കും അതുപോലെ ജൂവിനൊപ്പം നേരെ ജൂവിന്റെ ആ മൗണ്ടനിലെത്തി, ഹൂന മൗണ്ടൻ. മാർക്ക് ഫെല്ലർ ആ ഹൂന മൗണ്ടനിൽ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഫസ്റ്റൽഡറോട് പറഞ്ഞു, ഫസ്റ്റൽഡർ, സെക്ഷൻ മാസ്റ്റർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. സെക്ഷൻ മാസ്റ്റർ സെക്യൂരിറ്റിയിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ ഫസ്റ്റൽഡർ ചോദിച്ചതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഫസ്റ്റൽഡറോട് പറഞ്ഞു, അദ്ദേഹം നിങ്ങളെ കാത്തിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞതും ഫസ്റ്റൽഡർ ആ കൾട്ടിവേഷൻ മലയിലെത്തി. ശരിക്കും മേഘങ്ങൾ തിങ്ങി നിൽക്കുന്ന ആ മലയിൽ ആ മരത്തിന്റെ ചുവട്ടിലായി സാക്ഷാൽ സെക്ഷൻ മാസ്റ്റർ അങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. സെക്ഷൻ മാസ്റ്റർ പുറകിൽ കൈകെട്ടി വിദൂരത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഫസ്റ്റൽഡർ അവിടെ എത്തിയത്. സെക്ഷൻ മാസ്റ്റർ ഫസ്റ്റൽഡർ വന്നത് കണ്ടതും ഒന്ന് തിരിഞ്ഞു. ഫസ്റ്റൽഡർ ഉടൻ തന്നെ സെക്ഷൻ മാസ്റ്ററോട് അതുവരെ നടന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. മാർക്ക് ഫെല്ലർ ഉണ്ടാക്കിയ ശല്യവും മാർക്ക് ഫെല്ലർ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന് മുന്നിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതും ഒക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞതും സെക്ഷൻ മാസ്റ്റർ ഫസ്റ്റൽഡറോട് ചോദിച്ചു, ആരാ നിനക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ പേരിൽ ഇത്തരം ഒരു തീരുമാനമെടുക്കാനുള്ള അനുവാദം നൽകിയത്? സെക്ഷൻ മാസ്റ്റർ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ ഫസ്റ്റൽഡർ ശരിക്കും ഒന്ന് വിരണ്ടു എന്ന് പറയാം. സെക്ഷൻ മാസ്റ്റർ എന്താ അങ്ങനെ ചോദിച്ചത്? നോർത്തേൺ പ്രോവിൻസിൽ നിന്ന് വന്ന ആളുകൾക്ക് അനുകൂലമായി സംസാരിക്കുവാൻ ആരാ നിന്നെ അനുവദിച്ചത്? അത് കേട്ടതും ഫസ്റ്റൽഡർ പെട്ടെന്ന് തറയിലങ്ങ് മുട്ടുകുത്തി. അയാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിരിക്കുന്നു. അയാൾ മുട്ടുകുത്തിയതും സെക്ഷൻ മാസ്റ്റർ അയാളോട് പറഞ്ഞു, ഫസ്റ്റൽഡർ, ഈ സതേൺ പ്രോവിൻസിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ധർമ്മം എന്താണെന്ന് അറിയാവോ? അത് കേട്ടതും ഫസ്റ്റൽഡർ പറഞ്ഞു, സെക്ഷൻ മാസ്റ്റർ, ഈ സതേൺ പ്രോവിൻസിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. സതേൺ പ്രോവിൻസിനെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട നമ്മളെ ആക്രമിക്കുന്ന നോർത്തേൺ പ്രോവിൻസുകാരുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടാൻ നിന്നെ ആരാ അനുവദിച്ചത്? വളരെ ശാന്തവും അതേസമയത്ത് മുഴക്കവുമുള്ള ശബ്ദത്തിൽ സെക്ഷൻ മാസ്റ്റർ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു മറുപടി പോലും പറയാനാകാതെ ഫസ്റ്റൽഡർ തറയെ കുമ്പിട്ടിരിക്കുകയാണ്. ശരിക്കും അയാൾ പെട്ടുപോയിരിക്കുകയാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആകണം നോർത്തേൺ ഇൻവേഡേഴ്സിനോട് എതിരിടേണ്ട കക്ഷികൾ. നോർത്തിൽ നിന്ന് ആരെങ്കിലും സതേൺ പ്രോവിൻസിലേക്ക് കയറുമ്പോൾ അവരാദ്യം എതിർക്കേണ്ടത് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ചുണക്കുട്ടികളാണ്. അപ്പോഴാണ് ഹെവൻലി ക്ലൗഡ് സെക്ഷന് ഈ സതേൺ പ്രോവിൻസിനകത്ത് ഒരു പ്രാമുഖ്യം ലഭിക്കുക. പക്ഷെ അതിന് പകരം ഹെവൻലി ക്ലൗഡ് സെക്ഷനെ റെപ്രസെന്റ് ചെയ്ത് ആ യോങ്ജി വിളിച്ച മീറ്റിംഗിൽ പങ്കെടുത്ത ഫസ്റ്റൽഡർ നോർത്തേൺ ടീമിന് വേണ്ടി സംസാരിക്കുകയാണ് ചെയ്തത്. തന്റെ തെറ്റ് പെട്ടെന്ന് ഫസ്റ്റൽഡർക്ക് മനസ്സിലാവുന്നത്. അത് മനസ്സിലാക്കിയ ഫസ്റ്റൽഡർ സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, ഞാൻ ആ മാർക്ക് ഫെല്ലറുടെ പുറകെ ഓടിയതുകൊണ്ട് ഫസ്റ്റൽഡർ, മാർക്ക് ഫെല്ലറെ കുറിച്ചുള്ള സംഭാഷണം നമുക്കിവിടെ അവസാനിപ്പിക്കാം.
മാർക്ക് ഫെല്ലർ ഇനി നമ്മുടെ ടാർഗറ്റ് അല്ല. നമ്മുടെ ടാർഗറ്റ് നോർത്തേൺ പ്രൊവിൻസിനകത്തുനിന്ന് ഇവിടെ സതേൺ പ്രൊവിൻസിലേക്ക് വരുന്ന അപകടകാരികളായ ആളുകളാണ്. അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഹെവൻലി ക്ലൗഡ് സെക്ഷൻ്റെ ദൗത്യം. ആ ദൗത്യം നിറവേറ്റാനാണ് ഞാൻ നിന്നെ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ്റെ അമരത്ത് വെച്ചിരിക്കുന്നത്. നിനക്കത് പറ്റില്ല എങ്കിൽ അതെന്നോട് പറയണം. ഫസ്റ്റലറോട് അത്രയും കാര്യങ്ങൾ സെക്ഷൻ മാസ്റ്റർ പറഞ്ഞതും ഫസ്റ്റലർ തലകുനിച്ച് സെക്ഷൻ മാസ്റ്റർ വണങ്ങിയിട്ട് അദ്ദേഹത്തോടായി പറഞ്ഞു, ക്ഷമിക്കണം, എനിക്കെന്റെ തെറ്റ് മനസ്സിലായി, ഞാൻ ഉറപ്പായും അതിന് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ സെക്ഷൻ മാസ്റ്ററോട് യാത്ര പറഞ്ഞ് തിരിച്ച് അയാളുടെ മുറിയിലെത്തി. ശരിക്കും അയാൾ നന്നായി വിയർക്കുകയാണ്. ഒരു വലിയ അപകടത്തിലാണ് യഥാർത്ഥത്തിൽ ഫസ്റ്റലർ ചെന്ന് പെട്ടത്. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആ സതേൺ പ്രൊവിൻസിന്റെ തലപ്പത്തിരിക്കുന്ന ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷന്റെ ദൗത്യം സതേൺ പ്രൊവിൻസിലെ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിനു പകരം ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ചുമതലയുള്ള അയാൾ ശ്രമിച്ചത് നോർത്തേൺ പ്രൊവിൻസിനെ സംരക്ഷിക്കാനാണ്. ഇപ്പോഴാണ് അയാൾക്ക് കഥ മനസ്സിലാകുന്നത്, അയാൾ ചെന്നുപെട്ട അപകടം മനസ്സിലാവുന്നത്. അതിനെക്കുറിച്ച് അയാൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളെ കാണാനായി സാക്ഷാൽ മോ ക്ലാനിന്റെ തലവൻ മോഹോ എത്തിയത്. മോഹോ ഫസ്റ്റലറോട് പറഞ്ഞു, ഫസ്റ്റലർ, അങ്ങേക്ക് മാർക്ക് ഫെല്ലറോടുള്ള എതിർപ്പ് എനിക്കറിയാം. അത് കേട്ടെന്ന് ഫസ്റ്റലർ പറഞ്ഞു, ആ വിഷയം ഇനി സംസാരിക്കുന്നില്ല. ഫസ്റ്റലർ ഒരു വിധത്തിലും മാർക്ക് ഫെല്ലറുടെ കേസ് ഏറ്റെടുക്കില്ല എന്ന് മനസ്സിലായതും മോഹോ ഫസ്റ്റലറോട് പറഞ്ഞു, നോക്ക്, എന്റെ 2 മക്കളെയാണ് ഈ മാർക്ക് ഫെല്ലറെ കൊന്നത്. അവനോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങ് ഞങ്ങളോട് സഹകരിക്കുന്നില്ലെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും സെക്ഷനെ സമീപിക്കേണ്ടി വരും. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കുക. സെക്ഷൻ മാസ്റ്ററോട് മാർക്ക് ഫെല്ലറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇനി ഇടപെടില്ല എന്ന് പറഞ്ഞ് അവിടെ മുറിയിലേക്ക് മടങ്ങിയെത്തിയ ഫസ്റ്റലർ അവസാനം മോയുടെ ആ നിർബന്ധത്തിന് മുന്നിൽ വഴങ്ങി. മോ സെക്ഷൻ അവിടെ എല്ലാ സംവിധാനങ്ങളും ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷന് അടിയറവ് വെക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അവസാനം അയാൾ സമ്മതിച്ചത്. മാർക്ക് ഫെല്ലറെ കൊല്ലണം, അത് മാത്രമാണ് മോഹോയുടെ ആവശ്യം. ആ ആവശ്യം അയാൾ വ്യക്തമാക്കിയതും ഫസ്റ്റലർ അയാളോട് പറഞ്ഞു, അതത്ര എളുപ്പമല്ല. അവന്റെ കൂടെ ആ ഷൂ മേക്കറും ജൂവും ഉണ്ട്. അവർ 2 പേരും ഇപ്പൊ ആ ഹൂന മൗണ്ടനിലാണ് ഉള്ളത്. ഹൂന മൗണ്ടനിൽ വെച്ച് ഒരു കാരണവശാലും നമുക്ക് മാർക്കിനെ കൊല്ലാൻ പറ്റില്ല. ഫസ്റ്റലർ അത് പറഞ്ഞതും മോഹോ ഫസ്റ്റലറോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ആളുകളെ അവിടെ നിരീക്ഷിക്കാൻ നിർത്താം. അത് വേണ്ട, അവിടെ നീ തന്നെ നിരീക്ഷണത്തിൽ നിൽക്കണം. ഒരു കാരണവശാലും മാർക്ക് അവിടുന്ന് പുറത്തു പോകുന്നത് ഞാൻ അറിയാതെ ഇരിക്കരുത്. മാർക്ക് പുറത്തിറങ്ങിയാൽ ആ നിമിഷം നീ എന്നെ വിവരമറിയിക്കണം. ഹൂന മൗണ്ടന് പുറത്ത് അവൻ എവിടെ എത്തിയാലും അവനെ അവിടെ ഇട്ട് നമുക്ക് തീർക്കാം. പക്ഷേ ഹൂന മൗണ്ടനകത്ത് കയറി ഒരു കാരണവശാലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മാർക്ക് ഫെല്ലറെ വധിക്കാനുള്ള പദ്ധതി മോയും ഫസ്റ്റലറും കൂടി തയ്യാറാക്കുമ്പോൾ ഹൂന മൗണ്ടനിലുള്ള മാർക്ക് മറ്റൊരു തീരുമാനത്തിലെത്തി. മാർക്കിന് കുറെ ഗുളികകൾ കൂടി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. 40 ഗുളികകൾ പൂർത്തീകരിച്ചാൽ മാർക്കിന് ഈ നേസന്റ് സോൾ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റും. മാർക്കിന്റെ ബ്രേക്ക് ത്രൂവിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇൻഗ്രീഡിയൻസ് മാർക്കിന് ഉണ്ടാക്കാൻ കുറെ മരുന്ന് വേണം. ആ മരുന്ന് പർച്ചേസ് ചെയ്യാനും കളക്ട് ചെയ്യാനുമായി ഹൂന മൗണ്ടിൽ നിന്ന് മാർക്ക് പുറത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.